Good morning everyone. Welcome to Attendant 24/7 Malayalam channel. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. We are going to discuss the Hindu editorial of 12th November 2021. അപ്പോൾ ഇന്ന് രാവിലത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ് ആസ് യൂഷ്വൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബ്സ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ലൈവിലുള്ള എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന രീതി, നമ്മുടെ സ്ഥിരം പരിപാടി ഇങ്ങനെയാണ്. നമുക്കറിയാം, ആർട്ടിക്കിൾ നമ്മളൊന്ന് പറയും ഏതാണ്, അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതിനുശേഷം നമ്മൾ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് നോക്കും. എന്നിട്ട് നമ്മൾ ആർട്ടിക്കിൾ അനാലിസിസ് ചെയ്യുന്നു. അതിനുശേഷം സ്പോട്ട് ദെയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസത്തെ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സ്പോട്ട് ദെയർ നോട്ട് ചെയ്ത് ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. ദാറ്റ്സ് ഹൗ വി ഡു അവർ തിങ്സ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ആർട്ടിക്കിളിൽ എന്തൊക്കെയാണ്. ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്ന എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആൻഡ് അതുപോലെ തന്നെ അതിലെ വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ലെറ്റ്സ് മേക്ക് സം സെന്റൻസസ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാലോ, ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. നമ്മൾ ഡെയിലി 9 o'clock രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള 1 മണിക്കൂർ സെഷൻ നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നമ്മുടെ സെന്റൻസ് മേക്കിംഗ്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ, നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ആൻഡ് ഗ്രാമർ ആൻഡ് വൊക്കാബ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് 12% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും. അപ്പോൾ എൻ്റെ കോഡ് മറക്കേണ്ട, Y314 എന്ന കോഡാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം വിത്ത് മൈ കോഡ് Y314, Y314 കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത, കോഴ്സുകൾ നമ്മൾ ഒരുപാട് ജോയിൻ ഇതാക്കി വന്നിട്ടുണ്ട്. നമുക്ക് കേരള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ഇപ്പോൾ വരാൻ പോവാണ് November 16. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് കേരള എന്ന് പറഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിപ്പോൾ November 1 തുടങ്ങി, ഒരു 2 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷൻസും റെക്കോർഡഡ് വീഡിയോസും അവൈലബിൾ ആണ്, നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഡെയിലി 3 ക്ലാസ് വീതം വെച്ചുകൊണ്ട് സൺഡേ ടു സാറ്റർഡേ. ഓക്കെ, കൂടാതെ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം വരികയാണല്ലേ, നമുക്ക് നാളെ ഇതെത്തി, ഇറ്റ്സ് റൗണ്ട് ദ കോർണർ. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് LDC മെയിൻസുകാരും വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ കോട്ട്. വെൻ ലൈഫ് ഷട്ട്സ് എ ഡോർ, ഓപ്പൺ ഇറ്റ് അഗൈൻ. ഇറ്റ്സ് എ ഡോർ, ദാറ്റ്സ് ഹൗ ദിൽ വർക്ക്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഗുഡ് മോർണിംഗ് സിജി, ഗുഡ് മോർണിംഗ്. ഓ മതി, റെക്കോർഡർ കണ്ടാൽ മതി. ക്ലാസ് ഉള്ളവരൊക്കെ പൊക്കോളൂ കേട്ടോ. ഓൾ റൈറ്റ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ ഇന്ന്. ഓൾ റൈറ്റ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ റെക്കോർഡ് വേർഷൻ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഇന്ന് വളരെ നല്ലൊരു കോട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോട്ടാണ്. അപ്പോൾ ഇന്നത്തെ കോട്ടൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. നമുക്കറിയാം അല്ലേ, നമ്മളിങ്ങനെ പലയിടത്തും ഓപ്പർച്യൂണിറ്റി തേടി നടക്കുമ്പോൾ ഡോർ അടയ്ക്കപ്പെടും. ഷട്ട് ദ ഡോർ അല്ലേ, ദേ ഷട്ട് ദ ഡോർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതങ്ങ് തുറക്കുക. ബിക്കോസ് ഇറ്റ്സ് എ ഡോർ അങ്ങനെയല്ലേ, അടയ്ക്കും, അത് തുറക്കണം, എന്നാലും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. ദാറ്റ്സ് ഹൗ ദേ വർക്ക്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഡു യുവർ പാർട്ട് വെൽ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, സോ ടുഡേയ്സ് ആർട്ടിക്കിൾ. അപ്പൊ ഇന്ന് 2 ആർട്ടിക്കിളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ബൈലാറ്ററൽ റിലേഷൻഷിപ്സ് വിത്ത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് കറക്റ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. കാരണം നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ ഇപ്പം ഇന്ററിമായിട്ട് നമ്മുടെ മിലിറ്ററി റൂൾ, താലിബാൻ റൂളാണ് നടക്കുന്നത്. അപ്പോൾ ആ റൂളിന് ഒക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടും ട്രേഡ് റിലേഷൻഷിപ്പ് നന്നാണ് അല്ലേ. നമുക്ക് എല്ലാ കൺട്രീസുമായിട്ട് അത്യാവശ്യം നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മൊത്തം പ്രശ്നവും. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അത് കുറച്ച് പൊളിറ്റിക്കൽ ഓറിയൻറ്റഡ് ആണ് ആൻഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓറിയൻറ്റഡ് ആണ്. പക്ഷെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് അബൌട്ട് ഫ്ലഡ്. നമുക്കറിയാം, ചെന്നൈയിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഫ്ലഡാണ്. കഴിഞ്ഞ ദിവസം രേവതി നമ്മളോട് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. അത് നമുക്ക് പറഞ്ഞു വരുമ്പോൾ അപ്പോൾ നമ്മൾ പണ്ട് ഒന്ന് റിക്കളക്ട് ചെയ്ത് നോക്കിയാൽ അറിയാം, 2015 ഇതുപോലെ വലിയൊരു ഫ്ലഡ് നമ്മുടെ ചെന്നൈ, തമിഴ്നാട് റീജിയൻ അഫക്റ്റ് ചെയ്യപ്പെട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് വരുന്ന ഒരു ഫ്ലഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. സോ ആ ആർട്ടിക്കിൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെറ്റ്സ് ഡീൽ വിത്ത് ദാറ്റ് ആർട്ടിക്കിൾ ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അധികം ഇഡിയംസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് കുറച്ച് അധികം ഇഡിയംസ് ഉണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ഇഡിയം and phrase, of course. So catch by surprise ഒരു ഇഡിയമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്.
ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ക്യാച്ച് സംബഡി ബൈ സർപ്രൈസ് ഓർ ക്യാച്ച് സംതിങ് ബൈ സർപ്രൈസ് എന്നാണെങ്കിൽ അതിന്റെ മീനിങ് ക്യാച്ച് അല്ലെങ്കിൽ എന്താണ് ടേക്ക് സംതിങ്, ടേക്ക് എന്നുള്ള അർത്ഥമുണ്ട്. ടേക്ക് അല്ലെങ്കിൽ ക്യാച്ച് സംതിങ് ബൈ സർപ്രൈസ്, സംബഡി ബൈ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ അൺഎക്സ്പെക്റ്റഡ്ലി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ യു ക്യാൻ സേ ക്യാച്ച് ബൈ സർപ്രൈസ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തു ആയിക്കോട്ടെ, എന്താണ് ഐ സോ ദ ഐ കോട്ട് ദി അഡ്വർടൈസ്മെന്റ് ബൈ സർപ്രൈസ്, അല്ലെങ്കിൽ ഐ അപ്ലൈഡ് ഫോർ ദി പോസ്റ്റ്, ഐ സോ ദ പോസ്റ്റ് ആൻഡ് കോട്ട് ഇറ്റ് ബൈ സർപ്രൈസ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയില്ല നടന്നത്. കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളൊരു എക്സാം പാസ്സാവുന്ന കാര്യം, എനിത്തിങ് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യമാണെങ്കിൽ യു ക്യാൻ ഓഫ് കോഴ്സ് യൂസ് ദ യൂസേജ് ക്യാച്ച് ബൈ സർപ്രൈസ്. ഓർത്ത് വെച്ചോളാം കേട്ടോ, ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം. ദെൻ അടുത്ത വാക്കാണ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആകാം, ഒരു സ്ട്രക്ചർ ആയിരിക്കാം. ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടുക, ഒരു കാര്യം തിരിച്ച് കിട്ടുക, നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. ഐ ഗോട്ട് ബാക്ക് മൈ മണി, ഐ ഗോട്ട് മൈ മണി ബാക്ക്, എനിക്ക് എൻ്റെ പൈസ തിരിച്ചു കിട്ടി, ഐ ഗോട്ട് മൈ മണി ബാക്ക്. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ ഐ ഗോട്ട് ബാക്ക് ഫ്രം ചെന്നൈ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയുള്ളൂ. റിട്ടേൺ എന്നൊരു അർത്ഥമാണ്. രണ്ട് രീതിയിൽ പറയുന്നത് ഓർത്തോ, രണ്ട് രീതിയിലും റിട്ടേൺ എന്ന് തന്നെയാണ് മീനിങ്. അപ്പോൾ മീനിങ് എങ്ങനെയാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗെറ്റ് ബാക്ക്, ഗെറ്റ് ബാക്കിന്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട് ബാക്ക്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അടുത്ത സെന്റൻസ്, മേക്ക് യുവർ സെന്റൻസസ്. എന്ത് പറ്റി ഇന്ന്? സെന്റൻസ് ഒന്നും ഇല്ലല്ലോ, ഇത് ഭയങ്കര ഒരു ഇതാണല്ലോ, ഡൾ ആണല്ലോ ഇന്ന്. സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്തേ. മേക്ക് യുവർ ഓൺ സെന്റൻസസ് എവ്രി വൺ. ഓക്കെ, നമുക്ക് സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ ഒരു ഉഷാറില്ല, നീ സെഷൻ്റെ ഉഷാർ വരില്ല. സോ മേക്ക് യുവർ സെന്റൻസസ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് ലുക്ക് ഫോർ. ലുക്ക് ഫോർ എന്ന വാക്ക് നോക്കിക്കേ. ലുക്ക് ഫോർ എന്ന ലുക്ക് എന്ന വാക്കല്ല, ലുക്ക് ഫോർ എന്ന ഫ്രേസൽ വേർബ്. ലുക്ക് ഫോർ കഴിഞ്ഞ ദിവസം ലുക്ക് ഇൻ ടു ഒരു കാര്യത്തെ നമ്മൾ നോക്കുക. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ലുക്ക് ഇൻ എന്നൊക്കെ പറഞ്ഞാൽ, ലുക്ക് ഇൻ എന്ന് പറഞ്ഞാലും സെർച്ച് എന്ന് തന്നെയാണ്. ബട്ട് ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ യു ആർ സെർച്ചിങ് സംതിങ് ഇൻ എ ബുക്ക്. ബുക്കിൽ സംതിങ് യു സെർച്ചിങ് സംതിങ് ആണെങ്കിൽ യു ലുക്ക് ഇൻ എന്ന് പറയും. എന്നാൽ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് സംതിങ് ഓർ സംബഡി, ആരെങ്കിലും ഒരാളെ നമ്മൾ സെർച്ച് ചെയ്യാണ്, തിരയാണ്, അതിനെ നമ്മൾ പറയുന്നത് ലുക്ക് ഫോർ. പ്ലീസ് ലുക്ക് ഫോർ ഹിം, പ്ലീസ് ലുക്ക് ഫോർ മൈ ഗോൾഡ് ചെയിൻ, പ്ലീസ് ലുക്ക് ഫോർ മൈ ഗോൾഡ് റിംഗ് എന്നൊക്കെ പറയില്ലേ, ഒന്ന് സെർച്ച് ചെയ്യോ പ്ലീസ്, അല്ലെ? പ്ലീസ് ലുക്ക് ഫോർ മൈ കീസ്, കാണുന്നില്ല അല്ലെ? I'll get back to you. Okay, Priyanka, I'll get back to you, I'll return to you, അല്ലെ? Yes. Application of HC exam was catch by surprise. Was catch by അവിടെയാണ് പ്രശ്നം. ഐഷ, was catch by ആണോ? was ഇപ്പൊ past tense ആണ്, ബട്ട് ഐഷ ഉപയോഗിച്ചേക്കുന്ന ഒരു പാസീവ് വോയിസ് ആണ്. അപ്പൊ എന്ത് കൊടുക്കണം? caught by surprise കൊടുക്കുക. Application for HC exam was caught by surprise. caught, catchന്റെ V3 ഫോം caught ആണ്, V2 caught ആണ്. അപ്പോൾ B+ V3 ഫോം കൊടുക്കുക പാസീവില്. ശ്രദ്ധിക്കണേ. As the colleges were reopened, we got back to the previous routines. routine പറഞ്ഞാൽ മതി. റുട്ടീൻ എന്ന് പറഞ്ഞാൽ തന്നെ ദിനചര്യ എന്നാണ് അർത്ഥം. ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു കളക്ഷൻ ആണ് റുട്ടീൻ എന്ന് പറയാം കേട്ടോ ബില. അപ്പൊ റുട്ടീൻസ് വേണ്ട, ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ മതി. പ്രീവിയസ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ മതി. മൈ അങ്കിൾ കോട്ട് ധോനി ബൈ സർപ്രൈസ് ഇൻ ദ എയർപോർട്ട്. ഹായ് രേവതി. ഹായ് രേവതി, എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? അവിടെയുള്ള ആളാണല്ലോ, നമ്മൾ പത്രത്തിലൂടെ അറിയുന്നു എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ. ആർ യു ഓക്കെ? സേഫ് ആണോ അവിടെ? I look for my missed keys. Okay, great. I look for my missed keys. Okay. It took longer than expected to get back. Okay, great. I will get back soon. Okay. We are looking for a competent and sincere office assistant. Yes. Looking for someone like jobs. Looking for എന്ന് പറഞ്ഞിട്ട് അല്ലെ പാർട്ടിസിപ്പൻസിന് ലുക്ക് ഫോർ ഒക്കെ പറയുന്നുണ്ടല്ലേ, അത് ശ്രദ്ധിച്ചാൽ മതി, ഓർത്താൽ മതി. Look for. Yes. He became unconscious when 5 crore Onam bumper caught by surprise. He became unconscious when 5 crore Onam caught by surprise. Very good, Bonnie. Yes. Modi got back to India after the COP26 summit in Glasgow. Yes. Revati, sentence പറയൂ. കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അവിടെ? വിശേഷങ്ങൾ പറയൂ. How are things there? Everything okay? You safe? Next one. First hand account. First hand account എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഗെയിൻഡ് ഡയറക്ട്ലി, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് ചെന്നിട്ട് നമ്മളൊരു കാര്യം എക്സ്പീരിയൻസ് നമ്മൾ എടുക്കുകയാണ്, നമുക്കൊരു കിട്ടുന്നൊരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്യുന്നതിന്
ആ ഒരു നമ്മുടെ ഒരു നമ്മൾ പേഴ്സണലായിട്ട് ഒരു കാര്യത്തിൽ ഡയറക്റ്റ് അപ്പിയറൻസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നില്ലേ, അതിനാണ് ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് എന്ന് പറയാം. ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇഡിയം. ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെന്ന് ഒരു കാര്യത്തിന് മുന്നിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം സിൻസ് for the past 4 days നമ്മുടെ ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ, തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ got a first hand account on things there. അപ്പോൾ അവിടെ നേരെ ചെന്നിട്ട് കാര്യങ്ങൾ അവിടെ നേരിട്ട് കണ്ടറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഗെയിൻ ഡയറക്ട്ലി എന്നാണ്. നേരിട്ട് ചെന്ന് പേഴ്സണലായിട്ട് ചെന്നിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് എന്ന യൂസേജ് പറയാം കേട്ടോ. ഓൾ റൈറ്റ്, അടുത്ത് നോക്കാം. ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ മൈ സ്കൂട്ടീസ് കീ ഫോർ ഹാഫ് ആൻ അവർ. ഓക്കെ അക്ഷര, ഗ്രേറ്റ്. While I was looking for a better class in English, I caught Rindu ma'am by surprise. All right, Ebla, thank you so much. I'm honored. Okay. Things got back, I guess. Clear ആയെന്ന് വിശ്വസിക്കുന്നു. Got back normal അല്ലേ? Things got back normal. Great. നന്നായി. Okay. All right. Thank you so much. അപ്പോൾ അടുത്തോട്ട് പോകാം. Put something into use. നമ്മൾ നോക്കി, പുട്ട് സംതിങ് ഇൻ ടു യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്രദമാക്കുക. ദാറ്റ് ഇസ് വാട്ട് പുട്ട് സംതിങ് ഇൻ ടു യൂസ്. മേക്ക് സംതിങ് ഫങ്ഷണൽ ഓർ മേക്ക് സംതിങ് ടു ബി യൂസ്ഡ്. കേട്ടോ, ഉപയോഗപ്രദമാക്കുക, ഒരു കാര്യത്തിന് നമ്മൾ ഉപയോഗപ്രദമാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പുട്ട് യുവർ ഇന്റലിജൻസ് ഇൻ ടു യൂസ്, പുട്ട് യുവർ എക്സ്പീരിയൻസ് ഇൻ ടു യൂസ്. നീ എന്തെങ്കിലും അതിനുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കുക അല്ലേ. What is your education for? For put it into use. അത് വല്ല ഉപകാരത്തിന് വേണ്ടിയിട്ട് അല്ല, എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കൂ എന്ന് പറയില്ലേ. പുട്ട് യുവർ ഇന്റലിജൻസ്, പുട്ട് യുവർ എക്സ്പീരിയൻസ്, പുട്ട് യുവർ എഡ്യൂക്കേഷൻ ഇൻ ടു യൂസ് എന്നുള്ളത്. അതായത് ഉപകാരപ്പെടുക, ഫങ്ഷണൽ ആക്കത്, അല്ലാതെ വെറുതെ തുരുമ്പിടിച്ച് പോകാതിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് പുട്ട് സംതിങ് ഇൻ ടു യൂസ്. ഓർത്ത് വെച്ചോളാം കേട്ടോ. ഹായ് ശില്പ, ഗുഡ് മോർണിംഗ്. യെസ്, ടി നഗറിലൊക്കെ അല്ലേ? ഓക്കെ. ഞാൻ പത്രത്തിൽ നമ്മൾ അറിയുന്നുള്ളൂ, ബട്ട് വി ഡോണ്ട് നോ അബൌട്ട് തിങ്സ് ലൈക്ക് ദാറ്റ്. അതാണ് ചോദിച്ചത്. ഓക്കെ, ഗ്രേറ്റ്. ഐ ലുക്ക് ഫോർ ഗവൺമെന്റ് ജോബ്. ഓക്കെ, ഗ്രേറ്റ് അഞ്ജന. യെസ്. ഓക്കെ. അപ്പൊ ഇന്നലെ മൊത്തത്തിൽ നമ്മുടെ പ്രൈമറി തിങ്സ് എല്ലാം പ്രോബ്ലം ആയിരുന്നു അല്ലേ? ഓക്കെ. അതാണ് ന്യൂസ് പേപ്പറിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ഗ്ലാഡ് ദാറ്റ് യുർ ഓക്കെ. പേപ്പർ ഓവർ. അടുത്തത് പേപ്പർ ഓവർ. പാച്ചപ്പ് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കൺസീൽ എ ഡിഫറൻസ്. ഈ ലുക്ക് ഫോർ, ഗെറ്റ് ബാക്ക് എന്നൊക്കെ ഉള്ള നമ്മൾ കേട്ട് പരിചയമുള്ള ഫ്രേസൽ വേർബാണ്. എന്നാൽ പേപ്പർ ഓവർ കേട്ട് പരിചയമുണ്ടോ? നമ്മൾ പേപ്പർ ഓവർ എനിക്ക് തോന്നുന്നു വി ആർ ഡിസ്കസിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മുടെ എഡിറ്റോറിയലൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വേർബാണ് പേപ്പർ ഓവർ. ഓർക്കുക, പേപ്പർ ഓവർ എന്ന് പറഞ്ഞാൽ പാച്ചപ്പ്, അല്ലെങ്കിൽ ഒന്നുകിൽ പാച്ചപ്പ് ചെയ്യാം. അറിയാലോ, നമ്മളൊന്ന് പാച്ചപ്പ് ചെയ്യുന്ന പണി സെറ്റാക്കി മാറ്റുക, ഒന്ന് പാച്ചപ്പ് ചെയ്ത് ഒന്ന് മോൾഡ് ചെയ്തെടുക്കുക. ഓർ അറ്റംപ്റ്റ് ടു കൺസീൽ എ ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഒരു ഡിസഗ്രിമെന്റ്, അതിനെ ഒന്ന് കൺസീൽ ചെയ്യാൻ ശ്രമിക്കാം. നമുക്കറിയാം പ്രശ്നമുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, എപ്പോഴും വി നോ ദാറ്റ് നമ്മുടെ അമേരിക്ക എല്ലാ രാജ്യങ്ങളുമായിട്ട് പ്രോബ്ലം ഉണ്ട്. ആൻഡ് ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, എപ്പോഴും പ്രശ്നമാണ് ഓവർ ദ ഡിഫറൻസ്. എപ്പോഴും നമ്മൾ പേപ്പർ ഓവർ ചെയ്യാൻ ശ്രമിക്കും. ബിക്കോസ് എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ്, അറ്റംപ്റ്റ് ടു കൺസീൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്, ഒരു ഡിസഗ്രിമെന്റ് എങ്കിൽ പേപ്പർ ഓവർ എന്ന് പറയാം. ഓക്കെ, ഡിസ്പ്യൂട്ട്, യു ഹാവ് an indifference with the person. പേപ്പർ ഓവർ തിങ്സ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസിനെ ഒന്ന് ആദ്യം കാണിക്കരുത്. പേപ്പർ വെച്ചിട്ട് മറച്ചേക്ക് അല്ലെ, പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇന്ന് മറയ്ക്കും. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ് പേപ്പർ ഓവർ. ഓർത്ത് വെച്ചാൽ മതി. മറച്ചു വെക്കുക അല്ലെങ്കിൽ പാച്ചപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പാച്ചപ്പ് ചെയ്ത് പോവാം. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ. നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലേ? ഓക്കെ, ഇപ്പോൾ സെറ്റായെന്ന് വിശ്വസിക്കുകയാണ്. മഴയാണ് കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ് ചെറിയൊരു ഇത് വന്നേക്കുന്നത്. രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ട്. രാവിലെ ചെറിയ മഴയല്ല, ഇന്നലെ രാത്രി മുതൽ മഴയുണ്ട്. ഞാൻ ഉറങ്ങിക്കിടന്നുകൊണ്ട് ഞാൻ വലിയ അറിഞ്ഞില്ല. മമ്മി രാവിലെ പറയുന്നത് കേട്ടു, രാത്രി മുതൽ നല്ല മഴയായിരുന്നു. ഉറക്കത്തിൽ ഐ എം എ ഡീപ് സ്ലീപ്പർ, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. രാവിലെ എണീറ്റപ്പോഴാണ് ഞാൻ അറിയുന്നത് മഴയാണെന്നുള്ളത്. നമുക്ക് ഒന്നാമത് മോർണിംഗ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് വി ഡോണ്ട് നോ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് അസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചെറിയൊരു ബഫറിങ് വന്നതിൽ ഐ എം സോറി. ബട്ട് ബാക്ക് ടു നോർമൽ. നമ്മളിപ്പോൾ ഓക്കെ ആയല്ലോ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആയോ? ഞാൻ സെറ്റായോ? ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം താവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നോക്കട്ടെ. ബഫറിങ് തിരിച്ചു വന്നു. ഐ എം ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ബാക്ക് നോർമൽ എന്ന് വിശ്വസിക്കുന്നു.
Yes, let me read your sentence anyway. Shilpa, yes. What is your education for if you cannot put your intelligence into use? The soul of the script was first hand accounted by this writer from Real Spy Officers. Yes. First hand account. നമ്മൾ കേട്ടിട്ടുള്ള പരിചയമുള്ളതാണല്ലേ. Put your time and ability into use. Yes. Yes. My first hand account in the microwave lab of CUSAT was unforgettable. Oh, great. While I was looking for the keys, I catched some. Yamuna, catched alla. I caught some old materials by surprise, so I put that into use. അവിടെ ക്യാച്ചിന്റെ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. ക്യാച്ച് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? കോട്ടാണ് കേട്ടോ. കോട്ട്, സോറി, ക്യാച്ച്ഡ് അല്ല, കോട്ടാണ്. CAUGHT. ഓർക്ക, V2 കോട്ടാണ്, V3 കോട്ടാണ്. ടീച്ച്, ടോട്ട്, ക്യാച്ച്, കോട്ട്. ഓർത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. Alright. Just a touch from the Jesus Christ put the blind's eyes into use. Okay. Akshaya, ഞാൻ വയനാടാണ്. Okay. Okay. We suggested principal to put the auditorium into use for the upcoming annual day function. Yes. Great. അവിടെയൊക്കെ മഴയുണ്ടല്ലേ? ഇവിടെയും നല്ല മഴയാണ്. നല്ല മഴയല്ല, ഇങ്ങനെ മീൻസ് ഇറ്റ്സ് ലൈക്ക് ഡ്രിസ്ലിംഗ്. ഇറ്റ്സ് നോട്ട് ഹെവി ബട്ട് ലൈറ്റ് റെയിൻ ആണ്. എന്നാൽ പോലും ഇറ്റ്സ് കണ്ടിന്യൂസ്. രാത്രി തുടങ്ങിയതാണ്, ഇതുവരെ നിന്നിട്ടില്ല. അതാണ് പ്രോബ്ലം. ഷി പേപ്പർ ഓവർ ഹെർ റിലേഷൻഷിപ്പ് വിത്ത് സാം. ഷി പേപ്പർ ഓവർ അല്ല കാർത്തിക, ഷി പേപ്പേഴ്സ് ഓവർ ഹെർ റിലേഷൻഷിപ്പ് വിത്ത് സാം. കേട്ടോ, പേപ്പേഴ്സ് ഓവർ. ഷീ ഈസ് സിംഗുലർ. അപ്പോൾ ഒബ്വിയസ്ലി അവരുടെ നമുക്ക് എന്ത് കൊടുക്കണം? സിംഗുലർ വേർബ് കൊടുക്കണം. കോൺകോർഡ്, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. ഓക്കെ, ഒന്നാമത് തണുപ്പാണ് ഇവിടെ. അപ്പൊ ഇതിന്റെ കൂടെ മഴയും കൂടെ വന്നപ്പം തീർന്നു. അതൊക്കെയാണ് പ്രശ്നം. മൈ സിസ്റ്റർ പുട്ട് മൈ ഓൾഡ് കുർത്തി ഇൻ ടു യൂസ് ബൈ പേപ്പർ ഓവർ ഇറ്റ്. ഓക്കെ, അവിടെ പക്ഷേ പാച്ചപ്പ് ചെയ്തിട്ടെന്നുള്ള അർത്ഥം അല്ലെ? ഓക്കെ, അത് വരാം. കറക്റ്റ് ആണ്. നെവർ പേപ്പർ ഓവർ എക്സിസ്റ്റിംഗ് പ്രോബ്ലം വിത്ത് യുവർ ലൗഡ് വൺസ്. ഓക്കെ, ഗ്രേറ്റ്. Jayapti. The machine was put into use after service. Yes, I first hand account the bad effect of rain yesterday. Okay. She paper over all her mistakes in the office. ഞാൻ പറഞ്ഞല്ലോ പേപ്പർ ഓവർ അല്ല, ഷി പേപ്പേഴ്സ് ഓവർ അല്ലെങ്കിൽ പേപ്പേർഡ് ഓവർ. മനസ്സിലായോ? പേപ്പർ നമ്മൾ എന്തായിട്ട് വേർബായിട്ട് ഉപയോഗിക്കും? പാസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചോ, പേപ്പേർഡ് ഓവർ കൊടുത്തോ, അല്ലെങ്കിൽ സിംഗുലർ കൊടുക്കണം. സിംഗുലർ വേർബിനോട് സിംഗുലർ സബ്ജക്റ്റിനോട് സിംഗുലർ വേർബ് കൊടുക്കുക കേട്ടോ. പേപ്പേഴ്സ് ഓവർ. ഓക്കെ. Try to paper over the argument with your friends. Yes, try to paper over your arguments with you. ഹരി, ഇന്ന് മൊത്തം പാട്ടാണല്ലോ. ഓക്കെ, മൂവിങ് ഓൺ. സെറ്റ് അസൈഡ്. അടുത്ത വാക്ക്, അടുത്ത ഫ്രേസ് സെറ്റ് അസൈഡ്. സെറ്റ് അസൈഡ് അറിയാം നിങ്ങൾക്ക്. കീപ്പ് അസൈഡ്, പുട്ട് അസൈഡ്, സെറ്റ് അസൈഡ്. അപ്പൊ ഈ സെറ്റ് അസൈഡിന് പകരം നിങ്ങൾ ഇവിടെ പുട്ട് അസൈഡ് വന്നാലും കീപ്പ് അസൈഡ് വന്നാലും ഈ മൂന്നും യൂസേജ് ഇന്നത്തെ ആർട്ടിക്കിളിലുണ്ട് കേട്ടോ. സെറ്റ് അസൈഡ് എന്ന വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, പുട്ട് അസൈഡ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, കീപ്പ് അസൈഡ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അർത്ഥമൊക്കെ ഒരേ കാര്യമാണ്. സേവ് ഓർ കീപ് സംതിങ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് മാറ്റി വെക്കുക. സെറ്റ് അസൈഡ് യുവർ പ്രോബ്ലംസ് and learn. Start preparing for the exams. Set aside your problems for some time and prepare for your exams and practice for your exams. Put aside, മാറ്റി വെക്കുക. Keep aside, മാറ്റി വെക്കുക. Same thing. Save or keep something for a particular purpose. അത് പിന്നത്തേക്ക് മാറ്റി വെക്കുക. We can deal with it later. That is what set aside, keep aside, put aside. Okay, let's deal with it later. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കത് ചെയ്യാവുന്നത്. ഇഗ്നോർ ഉണ്ട്. അതായത് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാന്ന് പറയുമ്പോൾ ഐഷ ആലോചിച്ച് നോക്കി എന്താ അർത്ഥം? തൽക്കാലത്തേക്ക് അത് മൈൻഡ് ചെയ്യണമെന്ന് മാറ്റി വെക്ക്, പിന്നെ നമുക്കതിനെ ഡീൽ ചെയ്യാം. ദാറ്റ് മീൻസ് ലെറ്റ്സ് ഇഗ്നോർ ഇറ്റ് ഫോർ സം ടൈം. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണത്? ഓക്കെ. ദ ന്യൂലി ഇലക്ടഡ് ഗവൺമെന്റ് മസ്റ്റ് പേപ്പർ ഓവർ ടു റീറ്റെയിൻ ദ ട്രസ്റ്റ് പബ്ലിക് പുട്ട് ഓൺ ദ. ഗ്രേറ്റ് ബോണ്ടിങ്, ഗ്രേറ്റ്. Cristiano set aside all skills in his arsenal for the Champions League final. Yes, great. Moving to synonyms and related words. നോക്കാം. അപ്പൊ ഇത്തരത്തെ വാക്ക് ഓർത്ത് വെച്ചാൽ ക്യാച്ച് ബൈ സർപ്രൈസ്, ഗെറ്റ് ബാക്ക്, ലുക്ക് ഫോർ, ഫസ്റ്റ് ആൻഡ് അക്കൗണ്ട്, പുട്ട് സംതിങ് ഇൻ ടു യൂസ്, പേപ്പർ ഓവർ, പുട്ട് അസൈഡ്, സെറ്റ് അസൈഡ് ആൻഡ് കീപ്പ് അസൈഡ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഐ സെറ്റ് അസൈഡ് മൈ മണി. സെറ്റിന്റെ പാസൻസ് സെറ്റ് തന്നെയാണ്. സെറ്റ്, പുട്ട് അല്ലെ? കീപ്പ് പക്ഷെ അങ്ങനെയല്ല, കീപ്പ് കെപ്റ്റ് ആണ്. ഓർത്ത് വെച്ചോണേ. അപ്പോൾ അത് ഓർത്ത് വെച്ചോളാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സിനോണിംസ്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ സിനോണിം വോ. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ആണ് അല്ലെ? പ്രോബ്ലംസ് ആണ് അല്ലെ? ട്രബിൾസ് ആണ്. ഡിഫിക്കൽട്ടി, ഡിസ്ട്രസ്, സോറോ, മിസറി. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ പറയാതിന്
മൊത്തത്തിലുള്ള പ്രശ്നം, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. ഡിഫിക്കൽട്ടി, നമ്മുടെ ഒരു പരിതാപകരമായ അവസ്ഥ, ദാറ്റ് ഈസ് വാട്ട് വോ മീൻസ്. മിസറി അല്ലെങ്കിൽ സോറോ, ഡിസ്ട്രസ്, ട്രബിൾ, പ്രോബ്ലം, ഡിഫിക്കൽട്ടി, ഇങ്ങനെയുള്ളതൊക്കെ അതിന് നമ്മൾ പറയും കേട്ടോ, വോ എന്ന് പറയും. ഓർത്ത് വെച്ചോണം, ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഐ എം ട്രൈങ് ടു കീപ് aside all additional responsibilities till the HC exam gets over. Great. All right. My brother stealed the chicken fry I set aside for dinner. മറ്റേ ബോണി, സ്റ്റീലിന്റെ പാസ്റ്റൻസ് എന്താണെന്നറിയോ? സ്റ്റീൽഡ് അല്ല, സ്റ്റീലിന്റെ പാസ്റ്റൻസ് എന്താണ്? സ്റ്റോൾ. STOLE, സ്റ്റീൽ, കട്ടെടുക്കുക, പാസ്റ്റൻസ് സ്റ്റോൾ, STOLE. കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് വൺ ഇസ് വൾനറബിലിറ്റി. വൾനറബിലിറ്റി നമ്മൾ എന്താ പറയാ? വൾനറബിൾ ആണ് എന്ന് പറയും. വൾനറബിൾ അഡ്ജക്റ്റീവ് ആണ്. വാട്ട് ഈസ് വൾനറബിൾ? നമ്മൾ പറയില്ലേ, എന്താ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ബലഹീനത, ദുർബലത, അതിനെയാണ് വൾനറബിലിറ്റി എന്ന് പറയാം. സോ വൾനറബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. വൾനറബിൾ, ഓക്കെ, അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ വൾനറബിലിറ്റി അഡ്ജക്റ്റീവ് ആണ് ഇത്. വൾനറബിലിറ്റി, LITY, എബിലിറ്റി, TY ആണെങ്കിൽ യു ക്യാൻ സി അത് നമ്മുടെ എന്താണ്, സഫിക്സ് ആണ്, നൗണിന്റെ സഫിക്സ് ആണ്. സോ ലയബിൾ, ലയബിലിറ്റി. പ്രീഡിസ്പോസിഷൻ, TION, വീണ്ടും നൗണ്. പ്രോൺനെസ്, പ്രോൺ, NESS വെച്ചാൽ നൗണായി. പ്രോൺ ടു എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ. വൾനറബിൾ ആണ്. ലയബിൾ, പ്രോൺ എന്നൊക്കെ പറഞ്ഞാൽ ചാൻസ് കൂടുതലാണ്, അഫക്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ ആൾക്കാരാണ് വൾനറബിൾ എന്ന് പറയാം. സംബഡി ഹൂ ഇസ് അഫക്റ്റഡ് എന്നുള്ളതാണ് ലയബിൾ. ലയബിൾ അല്ലെങ്കിൽ പ്രോൺ എന്നാണ് അത് പറയുന്നത്. സോ വൾനറബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്, പ്രീഡിസ്പോസിഷൻ ആണ്, അല്ലെങ്കിൽ പ്രോൺനെസ് ആണ്. Okay, prone to. Yes. Great. We'll get a solution to any problems after setting aside it for some time. Yes, it is. Vulnerable species. Yeah. Vulnerable sections of the society. ശ്രദ്ധിച്ചിട്ടില്ലേ? എപ്പോഴും നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ എസ്സേസ് ഒക്കെ എഴുതുമ്പോൾ യു ക്യാൻ സി വൾനറബിൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യപ്പെടുന്നവരുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ COVID-19. You can see that children below age of 10 and senior citizens like below 70, 60 could 70 പറയാം. 70 are vulnerable sections of the society towards these pandemic പറയാം. Next one, tangible. Tangible എന്ന വാക്കിന്റെ അർത്ഥം adjective ആണ്. ഓർക്കുക, tangible ആണ്. What is tangible? So tangled, tangible ആണ്. Tangible എന്ന് പറഞ്ഞാൽ palpable. Palpable എന്താ? Tactile. എന്താണ് ഈ tactile? Substantial, നോട്ടിസിബിൾ. അത് ടാഞ്ചിബിൾ ആണെന്ന് പറയാൻ കാണത്തക്കം, എവിഡന്റ് ആയിട്ട് ഉണ്ട്. ഇറ്റ്സ് ദെയർ. ഓക്കെ, ഇറ്റ്സ് കോൺക്രീറ്റ്, അബ്സ്ട്രാക്ട് അല്ല, നമുക്ക് ചിന്തയിൽ നിന്ന് എടുക്കേണ്ട കാര്യമല്ല, ഇമോഷണൽ ആയിട്ടൊരു കാര്യമല്ല. ഇറ്റ്സ് എവിഡന്റ്. ഇത് നമ്മുടെ മുമ്പിൽ, കൺമുൻപിൽ കാണാൻ പറ്റുന്നതാണ്. പാൽപ്പബിൾ ആണ്. യു ക്യാൻ സീ ഇറ്റ്, ടച്ച് ഇറ്റ്, ഫീൽ ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ടാഞ്ചിബിൾ ആണ്, ടാഞ്ചിബിൾ തിങ്സ് ആണ്. സോ നമുക്ക് ടാഞ്ചിബിൾ തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് കാണാനും തൊടാനും മനസ്സിലാവും. But love is not tangible എന്ന് പറയാറുണ്ട്, because that's emotion. Justice is not tangible. Anger is not tangible. അതായത് നമുക്ക് അതിനെ സെൻസ് ചെയ്താൻ പറ്റില്ല. ബട്ട് ഇതെന്ത് ചെയ്യാൻ പറ്റും? പാൽപ്പബിൾ ആണ്. സോ ടാഞ്ചിബിൾ ആണ്, ടാക്ടൈൽ ആണ്, സബ്സ്റ്റാൻഷ്യൽ ആണ്, നോട്ടീസബിൾ ആണ്, കാണാനായിട്ട് എവിഡന്റ് ആണ്. ഇറ്റ്സ് ദെയർ, കോൺക്രീറ്റ്. കേട്ടോ, ടാഞ്ചിബിൾ എന്ന വാക്ക് ഓർത്ത് വെച്ചോളൂ കേട്ടോ. യു ക്യാൻ യൂസ് ഇറ്റ്. ഓൾ റൈറ്റ്. That separation really made him in woe. Yes. All right. The woes of the African countries leading people to penury. Leading people അല്ല ഉദ്ദേശിക്കുന്നത്. ലീഡിംഗ് ആയിരിക്കും ഉദ്ദേശിച്ചത്. LEAD. Leading people to. Woes of the countries leading people to. അവിടെ ഒരു പ്രശ്നമുണ്ട്. Woes of the people are leading people to penury. Are leading. അവിടെ ഓക്സിലറി വേർബ് കൊണ്ടുവന്നില്ല. ആറ് കൊണ്ടുവരാത്തോണ്ട് എന്ത് പറ്റി? സെന്റൻസ് കംപ്ലീഷൻ വന്നിട്ടില്ല. Are leading people to penury. Okay. Even if he's a warrior. ഒരു വാരിയർ അങ്ങനെ പറയണം കേട്ടോ ഗൗതം. Even if he's a warrior, he's vulnerable to love. Okay, great. Nowadays, the Kerala coast is vulnerable to high tide and makes the fishermen shelters in woe. Yes, great. പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന രീതി, that is tangible. അതാണ് കേട്ടോ, കാണത്തക്കമായിട്ടുണ്ട്. Backward caste people are still a vulnerable group in a society. Okay, great. Okay. Even though he's a warrior, he is vulnerable to love. Okay, Hari, yes. She is always tangible in the classroom. She is always noticeable. Oh, let's ശ്രദ്ധിക്കും. Okay, Akshara, yes. Yeah, material, yes. Jalin, yes, very good. Material എന്ന് പറയാം അല്ലെ, കാണത്തക്ക ഉണ്ട്. ഇറ്റ് ഇസ് മെറ്റീരിയൽ. ഇറ്റ്സ് നോട്ട് മെറ്റഫിസിക്കൽ, ഇറ്റ്സ് ഫിസിക്കൽ അല്ലെ. ടാഞ്ചിബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഫിസിക്കൽ ആണ്, നമുക്ക് കാണാം, കാണുക, കേൾക്കാനൊക്കെ പറ്റും.
ഇറ്റ്സ് നോട്ട് ലൈക്ക് വിൻഡും ഫിസിക്കൽ ആണെന്ന് പറയല്ലേ, ബിക്കോസ് വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലേ. ഫിസിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. മെറ്റീരിയൽ ഫിസിക്കൽ ആണ്, മെറ്റീരിയൽ ആണ്, കോൺക്രീറ്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. യെസ്. അടുത്ത വാക്ക് നോക്കിക്കേ, ഇനണ്ടേഷൻ. യു നോ ഇനണ്ടേഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഫ്ലഡിനെ പറ്റി സംസാരിച്ചു, അതല്ല കഴിഞ്ഞ ദിവസം അല്ല, ഐ മീൻ 2 weeks ago നമ്മൾ കേരളത്തിലെ ഫ്ലഡിനെ പറ്റി അല്ലെ, കേരളത്തിലും നമ്മുടെ ആന്ധ്രാപ്രദേശ് തെലങ്കാന റീജിയനിലൊക്കെ ബാധിച്ചു, ഏറ്റവും കൂടുതൽ കേരളത്തിൽ അഫക്ട് ചെയ്ത ഫ്ലഡിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇനണ്ടേഷൻ മീൻസ്. ഫ്ലഡ് അല്ലെങ്കിൽ ഓവർഫ്ലോ, ഡെല്യൂജ്, ഇൻഫ്ലക്സ്, ടൊറന്റ്, അതിനെയാണ് നമ്മൾ ഇനണ്ടേഷൻ അല്ലെങ്കിൽ ഫ്ലഡ് എന്നൊക്കെ പറയുന്നത്. ഓവർഫ്ലോ വാട്ടർ അതിനെയാണ് അല്ലെ, കുത്തൊഴുക്ക്, ഡെല്യൂജ്, ഇൻഫ്ലക്സ്, ടൊറന്റ്, അതിനെയൊക്കെയാണ് ഇനണ്ടേഷൻ എന്ന് പറയുക. അപ്പൊ എവിടെയെങ്കിലും ഇനണ്ടേഷൻ കേട്ട ഓർത്ത് വെള്ളപ്പൊക്കമാണല്ലേ എന്ന് ഓർത്താൽ മതി. ദാറ്റ് ഈസ് വാട്ട് ഇനണ്ടേഷൻ ഇസ്. വെള്ളപ്പൊക്കം, ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി. പ്രളയം, ദാറ്റ് ഈസ് ഇനണ്ടേഷൻ ഇസ്. ഓക്കെ, yeah, a tangible increase in the number of students and work hard to overcome the vulnerabilities. Great. Moving on to next one, outskirts. എന്റെ ക്ലാസ്സിലിരുന്ന് നൗണിന്റെ ക്ലാസ്സിലിരുന്ന എല്ലാ കുട്ടികളെയും ഞാൻ പഠിപ്പിച്ചൊരു വാക്കാണ് ഔട്ട്സ്കേർട്സ്. ഓർമ്മയുണ്ടോ? ശ്രദ്ധിക്കണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ ക്ലാസ്സിൽ നൗണിന്റെ ക്ലാസ്സിൽ ഇരുന്ന എല്ലാ പെയ്ഡ് ബാച്ചിലർ സ്റ്റുഡൻസിനും അറിയാവുന്ന കാര്യമാണ് വാട്ട് ഈസ് ഔട്ട്സ്കേർട്സ് എന്നുള്ളത് അല്ലെ. ഔട്ട്സ്കേർട്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഔട്ട്സ്കേർട്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ക്ലാസ്സിലിരുന്ന് ഒറ്റ ഒരാൾ, ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? വാട്ട് ഈസ് എൻഗൾഫ്, ഇനണ്ടേറ്റ്, എൻഗൾഫ് കറക്റ്റ് ആണ്. ഈ എന്താണ് ഔട്ട്സ്കേർട്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാൻ പറ്റുമോ? മീനിങ് ഇതാണ്, എഡ്ജസ്, ഫ്രിഞ്ചസ്, സബേർബ്സ്, ബോർഡേഴ്സ് എന്നൊക്കെയാണ് അർത്ഥം. ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ്, ഒഴുക്ക്, വെള്ളത്തിന്റെ ഒഴുക്ക്. അത് ഉള്ളിലോട്ടുള്ള ഒഴുക്കാണോ? ഉള്ളിലോട്ടുള്ള ഒഴുക്കായില്ല, അതല്ലേ ഫ്ലഡ്. അപ്പൊ ഇൻഫ്ലക്സ് കറക്റ്റ് അല്ല ഹരി. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നദിയിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ വെള്ളം കയറി നമുക്ക് എവിടേക്ക് വരുവാണ്? വീട്ടിനുള്ളിലോട്ട് കയറി വരുന്നു. ദാറ്റ് ഈസ് ഇൻഫ്ലക്സ്. ദാറ്റ്സ് റൈറ്റ്. ഹരി, ഓക്കെ. All right. It is tangible that people at outskirts of water bodies are more vulnerable to inundation, so their life is always on war. Yes, Yamuna, great. ഓർമ്മയുണ്ടോ എന്താണ്? ഇതിനെ ഒന്ന് പറഞ്ഞു തരാം. എന്താണ് ഔട്ട്സ്കേർട്സ്? ഔട്ട്സ്കേർട്സ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ നൗൺ ആണ്. പലതവണ എക്സാമുകൾക്ക് ചോദിച്ചതാണ്. ഈ പ്ലൂറൽ നൗണിന് പ്രത്യേകതയുണ്ട്. എന്നാണെന്നറിയോ പ്ലൂറൽ നൗണുകളുടെ പ്രത്യേകത? അതിലെ എസ് കട്ട് ചെയ്യാൻ പാടില്ല. ദർ ഇസ് നോ വേർഡ് ഔട്ട്സ്കേർട്ട്. ഔട്ട്സ്കേർട്ട് എന്നൊരു വർക്ക് ഇംഗ്ലീഷിൽ ഇല്ല. ശ്രദ്ധിക്കണേ, ഈ വാക്കുകൾ പറഞ്ഞു തരുന്നത് എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാനില്ല, അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. ഔട്ട്സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രാന്തപ്രദേശം എന്നൊക്കെ പറയുന്നത്, ശരിക്കും പറഞ്ഞാല് നമ്മുടെ ബോർഡർ ഏരിയാസിനെയാണ് ഔട്ട്സ്കേർട്ട് എന്ന് പറയാം. എഡ്ജസ് എന്താ പറയാ, മെയിൻ ഏരിയ അല്ല, അതിന്റെ സബർബൻ ഏരിയ. ഇപ്പൊ അർബൻ ഏരിയ ഉണ്ടല്ലോ, മറ്റൊരു സിറ്റി ഏരിയന്റെ ആ ബോർഡറിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, സബർബൻ ഏരിയയിൽ, അതിനെയാണ് ഔട്ട്സ്കേർട്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ബോർഡർ ഏരിയയില് അതിനെയാണ് ഔട്ട്സ്കേർട്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ അറിയാം അതിന്. അപ്പൊ ഔട്ട്സ്കേർട്ട് എന്ന സിംഗുലർ ഇല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഔട്ട്സ്കേർട്സ് എന്ന പ്ലൂറൽ നൗണേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഔട്ട്സ്കേർട്സ് ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം? മനസ്സിലായോ? ഈ ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? ഔട്ട്സ്കേർട്ട് എന്നൊരു വാക്ക് ഇംഗ്ലീഷിലില്ല. മനസ്സിലായോ? ഔട്ട്സ്കേർട്ട് എന്ന് ഇപ്പം ഒരു കാര്യം ചെയ്യാം, ഔട്ട്സ്കേർട്സ് എന്ന് കൊടുക്കുമല്ലോ, അപ്പൊ എന്തെങ്കിലും അതിനെ സിംഗുലർ ആക്കിയേക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? അതിനെ നിങ്ങൾക്ക് പിടിച്ചിട്ട് എന്ത് നൗൺ ആക്കാൻ പറ്റില്ല? ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ അതിനെ പിടിച്ചിട്ടാക്കാം എന്നില്ല. ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് റീജിയൻസ് കൂടി കിടക്കുന്ന ഒരു പ്ലൂറൽ റീജിയൻ ആണ്. അപ്പൊ നിങ്ങൾ ഔട്ട്സ്കേർട്സ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, അതൊരു പ്ലൂറൽ നൗൺ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം. അതിനെ ഔട്ട്സ്കേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിംഗുലർ ആക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ എല്ലാവർക്കും? അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, മറന്നു പോകരുത് കേട്ടോ. അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, പ്ലൂറൽ നൗണിന്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പോലീസ് പ്ലൂറൽ നൗൺ ആണല്ലോ. പോലീസിനെ പിന്നെ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റില്ല. അതുപോലെ ബിക്കോസ് അത് പ്ലൂറൽ നൗൺ ആണ്. പീപ്പിൾ പ്ലൂറൽ നൗൺ ആണ്, അതിനെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല? വീണ്ടും നിങ്ങൾക്ക് അതിനെ പിടിച്ചിട്ട് അതിനോട് എസ് ഇട്ട് കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. മനസ്സിലായി? അതിന്റെ പ്ലൂറൽ വെർബ് അതിൻ്റെ കൂടെ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സിംഗുലർ ആയിട്ടുള്ള അല്ല, പിന്നെ വരുന്നത് പ്ലൂറൽ ആയിട്ടുള്ള നൗണുകൾ. ഞാൻ ഇതിന്റെ സിമിലർ ആയിട്ട് ഒരുപാട് നൗൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ നൗൺ ബുക്ക് ഒന്ന് റെഫർ ചെയ്താൽ കിട്ടുമായിരിക്കും കേട്ടോ. ഹരി ബുക്ക് റെഫർ ചെയ്യണം. നൗൺ ഞാനാ പഠിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഐ റിമെമ്പർ. സറൗണ്ടിങ്സ്. യെസ്, സറൗണ്ടിങ്സ്. സറൗണ്ടിങ് എന്ന് വരില്ല, സറൗണ്ടിങ്സ് വരുള്ളൂ. ബിലോങ്ങിങ്സ്. യെസ്, ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നു, ബിലോങ്ങിങ്സ്.
സറൗണ്ടിങ്സ്, ബിലോങ്ങിങ്സ് എന്നൊക്കെ വരത്തുള്ളൂ. ഒരിക്കലും അതിനെ സിംഗുലർ ബിലോങ്ങിങ് നിന്ന് ഒറ്റയ്ക്ക് വന്നേക്കാം, സറൗണ്ടിങ് എന്ന് ഒറ്റയ്ക്ക് വരാം. ഇല്ല, അതൊക്കെ എപ്പോഴും പ്ലൂറൽ ആയിട്ട് നിൽക്കുള്ളൂ. ദാറ്റ് ഇസ് പ്ലൂറൽ. ക്ലിയർ ഐ ഗെസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. ബാറ്റർ. ബാറ്റർ എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ബേക്കിംഗ് ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് അല്ലെ. നിങ്ങൾക്ക് അറിയാം ബാറ്റർ എന്താണ്? കേക്കിന്റെ ബാറ്റർ എന്ന് പറഞ്ഞാൽ ഡൗ, അതാണ് ബാറ്റർ. അറിയാലോ, നൗൺ ആയിട്ട് പറയുന്നത്. ആ സാധനത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാറ്റർ എന്താ. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന എല്ലാം മിക്സ് ഇല്ലേ, അതിനാണ് ബാറ്റർ എന്ന് പറയാം കേട്ടോ. എന്നാ ബാറ്റർ എന്ന വേർബിന്റെ അർത്ഥം എന്താ? ഈ ബാറ്റർ നമ്മൾ എന്താ ഇളക്കി മൊത്തത്തിൽ അല്ലെ, മൊത്തം സെറ്റ് ആക്കിയാ വെക്കുന്നത്, അതിന് മൊത്തം കലക്കി മറിച്ച്, അതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ പ്യൂമൽ അല്ലെങ്കിൽ പൗണ്ട്, ത്രാഷ്, ഇടിക്കുക, ഹിറ്റ്, ബീറ്റ്, സ്മാക്ക് എന്നൊക്കെയാണ് ബാറ്റർ. അപ്പോ തമിഴ്നാടു ഇസ് ബാറ്റേർഡ് ബൈ ടൊറൻഷ്യൽ റെയിൻ ഫോർ ദി പാസ്റ്റ് 4 days എന്ന് പറഞ്ഞാൽ ഇസ് ഹെവിലി ഹിറ്റ് എന്നാണ് അർത്ഥം. ഹിറ്റ് ഹെവിലി, നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ത്രാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഹിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്മാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. ബാറ്റർ. ഡോണ്ട് ബാറ്റർ ഹിം, ഡോണ്ട് ത്രാഷ് ഹിം. അവനെ അടിക്കല്ലേ, അവനെ സ്മാക്ക് ചെയ്യല്ലേ, അവനെ ബീറ്റ് ചെയ്യല്ലേ. സോ ബാറ്റർ എന്ന അർത്ഥം ഒരു അർത്ഥത്തോടെ ഉണ്ട്. ഓർത്ത് വെച്ചോണേ. ദോശ ബാറ്റർ. യെസ്. ഓക്കെ, സോറി ഹരി. അപ്പൊ പിന്നെ ഐ എം സോ സോറി. അപ്പൊ പിന്നെ ഞാനത് പറയില്ല. യെസ്. റാഷൻസ്. എബില ഓർക്കുന്നു. സിസേഴ്സ് ഒക്കെ പ്ലൂറൽ നൗൺ തന്നെയാണ്, പെയറായിട്ട് വരുന്നതാണ്. യെസ്, റിമെമ്പർ. റാഷൻസ് ഓർമ്മയുണ്ടോ? നമ്മൾ റേഷൻ എന്നല്ല പറയാ, റാഷൻ. റാഷൻസ് എന്ന് പറയുള്ളൂ, റാഷൻ എന്ന് പറയില്ല. റാഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂടിയല്ലേ നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം, നമ്മൾ റേഷൻ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? റേഷൻ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ റേഷൻ അഡ്ജക്റ്റീവ് ആണ്. റേഷൻ ഷോപ്പിൽ പോയി നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് എല്ലാമാണ് കിട്ടുന്നത്, ഒരു മാസത്തെ കിട്ടുന്ന എല്ലാം. പരിപ്പ്, പയറ്, അങ്ങനെ അരി, മണ്ണെണ്ണ, പഞ്ചസാര, അങ്ങനെയുള്ള എല്ലാം കൂടെ കൂടിയാണ് കിട്ടുന്നത്. പലചരക്ക് മൊത്തത്തിൽ കിട്ടും. സോ ദാറ്റ് ഇസ് റാഷൻസ്. ക്ലിയർ ആയി കിട്ടുന്നു. പ്രൊസീഡ്സ്, റിച്ചസ്. റൈറ്റ്. കണ്ടോ, നമ്മുടെ കുട്ടികൾ പറയുന്ന പറച്ചിലിട്ട്. ഓർഡർ, സേവിങ്സ്, ആംസ്. റിമെമ്പർ എവറിബഡി. ഗ്രേറ്റ്. ചിൽഡ്രൻ. അതൊക്കെ പ്ലൂറലാണ്. ഓഫ് കോഴ്സ്. താങ്ക് യു സോ മച്ച് എവറിവൺ. ഒരു സെന്റൻസ് ഞാൻ വിട്ടുപോയി. ദാറ്റ് മർഡർ ഹാപ്പൻഡ് ഇൻ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ഡൽഹി. കാർത്തിക, ഗ്രേറ്റ്. സെന്റൻസ് കറക്റ്റ് ആണ്. ദ സിറ്റി ഏരിയ ഫ്ലഡ് yesterday and also on its outskirts. On its outskirts വേണ്ട, in the outskirts പറഞ്ഞാൽ മതി കേട്ടോ. And in the outskirts, flooded in the outskirts പറഞ്ഞാൽ കറക്റ്റാ. ഒന്നും പറയുന്നില്ല, ഇല്ല, ഒന്നും പറയില്ല ഹരി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എൻക്രോച്ച്മെന്റ്. ഓക്കെ, ഓൾറൈറ്റ്, സാരമില്ല. എൻക്രോച്ച്മെന്റ്. ഓക്കെ, ഇൻട്രൂഷൻ. എൻക്രോച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കടന്നുകയറ്റം. ഇൻട്രൂഷൻ, ട്രസ്പാസിംഗ് അല്ലെങ്കിൽ ഒബ്സ്ട്രൂഷൻ. എൻക്രോച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൂഷൻ അല്ലെങ്കിൽ ട്രസ്പാസിംഗ് അല്ലെങ്കിൽ ഒബ്സ്ട്രൂഷൻ, കടന്നുകയറ്റം. അതാണ് എൻക്രോച്ച്മെന്റ്. ഇപ്പോൾ വാട്ടർ, ഇപ്പൊ നമുക്കറിയാം എൻക്രോച്ച്മെന്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ മിലിറ്ററി ഏരിയയിലൊക്കെ ചില സ്ഥലത്ത് ബൗണ്ടറി ഏരിയയിൽ താമസിക്കുന്ന കോമൺ പീപ്പിളോട് പറയാറുണ്ട്, ഡോണ്ട് എൻക്രോച്ച്, ഈ ഏരിയ ഈസ് ഹൈലി ഡേഞ്ചറസ്, ഡോണ്ട് എൻക്രോച്ച് ദി ഏരിയ, അല്ലെങ്കിൽ ഡോണ്ട് എൻക്രോച്ച്മെന്റ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് കയറി വരരുത്, കടന്നുകയറ്റം ഞങ്ങൾ അനുവദിക്കുന്നതല്ല എന്നൊക്കെ പറയാറുണ്ട്. യു നോ വാട്ട് ഇറ്റ് ഈസ് അല്ലെ, എൻക്രോച്ച്മെന്റ് അറിയായിരിക്കും. അടുത്ത വാക്കാണ് ഹാമ്പർ. യു നോ വാട്ട് ഹാമ്പർ? ഹാമ്പർ നൗൺ ആയിട്ട് ഉപയോഗിക്കാം, വേർബ് ആയിട്ട് ഉപയോഗിക്കാം. ഹാമ്പർ എന്ന് പറഞ്ഞ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ യു ക്യാൻ സി ഹാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ബോക്സ്, കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ്. ഹാമ്പർ എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ്, കണ്ടെയ്നർ അല്ലെങ്കിൽ ബോക്സ് എന്നൊക്കെയാ മീനിങ്. നൗൺ കേട്ടോ, നൗൺ എക്സ്പ്രഷൻ ആയിട്ട് വരുമ്പോൾ. എന്നാൽ ഹാമ്പർ എന്ന വേർബ് പറഞ്ഞാൽ ബ്ലോക്ക്, ഒബ്സ്ട്രക്ട്, ലിമിറ്റ് അല്ലെങ്കിൽ പ്രൊഹിബിറ്റ്. തടസ്സപ്പെടുത്തുക, ഹിൻഡർ, റെസിസ്റ്റ്, പ്രൊഹിബിറ്റ്, ലിമിറ്റ്, ഒബ്സ്ട്രക്ട്, ബ്ലോക്ക് എന്നൊക്കെയാണ് ഹാമ്പർ എന്ന് പറയുന്നത്. ഡോണ്ട് ഹാമ്പർ മൈ ബിസിനസ്, എന്റെ പരിപാടിയിൽ നീ കയറി ഇടപെടരുത് അല്ലെ. ഡോണ്ട് ഹാമ്പർ ഇറ്റ്, ഡോണ്ട് ബ്ലോക്ക് മീ എന്ന് പറയില്ലേ. ഡോണ്ട് ഹാമ്പർ അവർ പ്രോസസ്, ഡോണ്ട് ഹാമ്പർ ദ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, തടസ്സപ്പെടുത്താതെ. ദാറ്റ് ഇസ് വാട്ട് ഹാമ്പർ മീൻസ്. ഓക്കെ, ഓൾറൈറ്റ്. അടുത്ത് വെയിൻ എന്ന വാക്ക് നോക്കിക്കേ. വെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, കഴിഞ്ഞ ദിവസം തന്നെ ഡിസ്കസ് ചെയ്താണ്. ഡിക്രീസ്, ഡിക്ലൈൻ, ഡിമിനിഷ്, ഡ്രൂപ്പ്, ലെസൺ എന്നൊക്കെയാണ് വെയിൻ്റെ അർത്ഥം. വെയിന് പറ്റിയ ഒരു നല്ലൊരു അടിപൊളി വാക്ക് പറഞ്ഞേ. നമ്മൾ റെഗുലർ ആയിട്ട് ഒരു 3-4 ദിവസം ഡിസ്കസ് ചെയ്ത ഒരു വാക്കുണ്ട്. വാട്ട് ഈസ് വെയിന് പറ്റിയ അതേ മീനിങ് പറഞ്ഞേ. ലെസൺ ചെയ്യുക, ഡ്രൂപ്പ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, ഡിക്ലൈൻ, ഡിക്രീസിന് പറ്റിയൊരു വാക്കുണ്ടല്ലോ. ഓൾറൈറ്റ്, യെസ്. ഐ എൻക്രോച്ച് ഇൻ ടു ഹെർ റൂം എന്ന് പറയുന്നത് തെറ്റാണോ? ഇല്ല, തെറ്റല്ല. അവിടെ ഇൻറ്റു വേണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ എൻക്രോച്ച് ഹെർ റൂം എന്ന് മതി. എൻക്രോച്ച് എന്ന് പറയുമ്പോൾ ഇൻട്രൂഡഡ് ചെയ്തു അവിടെ, പിന്നെ അതിൻ്റെ കൂടെ എൻക്രോച്ച് ഇസ് എ ട്രാൻസിറ്റീവ് വേർബ് ഐ ഗസ്. അതാണ്, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. എൻക്രോച്ച് എന്ന് ഉറപ്പ് വരും. ഇൻ ടു ഹെർ റൂം എന്ന് പറയും. ഐ എൻറ്റേർഡ് ഇൻ ടു ഹെർ റൂം എന്ന്, ഐ എൻറ്റേർഡ് ഹെർ റൂം എന്നാ പറയാം.
അതുപോലെ ഐ എൻക്രോച്ച്ഡ് ഇൻ ടു എന്ന് പറയില്ല എന്നാണ് എന്റെ വിശ്വാസം. യെസ്, എൻക്രോച്ച്ഡ് ഹെർ റൂം എന്നാ പറയാം. മിറ്റിഗേറ്റ്, വെരി ഗുഡ്, താങ്ക് യു എവറി വൺ. ഓർമ്മയുണ്ടോ മിറ്റിഗേറ്റ്? നമ്മുടെ ഓദറിന്റെ ഇഷ്ടമുള്ള വാക്കാണ് മിറ്റിഗേറ്റ്. ലെസൺ അല്ലെ, വീക്കൻ, ഡിക്രീസ്, ഡിക്ലൈൻ, സെയിം മീനിങ് ആണ് വെയിൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തത് ക്വാക്ക് മയർ. മയർ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും. മയർ, ക്വാക്ക് മയർ എന്ന് പറഞ്ഞാൽ സ്വാമ്പ്, നമ്മുടെ എന്താ പറയാ, ചതുപ്പ്. മോറാസ്, ബോഗ്, ചതുപ്പ് തന്നെ കേട്ടോ. ഇംഗ്ലീഷ് നോവൽസിലൊക്കെ ബോഗ് എന്നൊക്കെ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൂടുതൽ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് നോവൽസിൽ ശ്രദ്ധിച്ചറിയാം ബോഗ് എന്ന വാക്ക്. കാരണം ചതുപ്പ് ഏരിയ, ഇംഗ്ലീഷ് കൺട്രി സൈഡ്സ് കൂടുതലും ചതുപ്പ് ഏരിയ ആണ്. അപ്പം ചതുപ്പ് ഏരിയ ഉണ്ട്, മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ചതുപ്പ് വരും. അപ്പോൾ ബോഗ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാകായിരിക്കും, കേട്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അടുത്താണ് മഡിൽ അല്ലെങ്കിൽ മാർഷ്. മാർഷൊക്കെ നമുക്കറിയാം, മാർഷി ഏരിയ, ചതുപ്പ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, സ്വാമ്പ്, മോറസ്, ബോഗ്, മഡിൽ, മാർഷ് അല്ലെങ്കിൽ മെസ്. മൊത്തം ഒരു കുളമായി എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ദാറ്റ് ഇസ് വാട്ട് ക്വാക്മയർ മീൻസ്. ഓർത്ത് വെച്ചോണേ. There is an evident wane in number of students in offline class. Decrease. Yes, wane. Yes. Okay. Nothing can hamper me from doing this. Yes. ആർക്കും ഒരു ഇന്ദ്രനും ചന്ദ്രനും എന്നെ തടുക്കാൻ പറ്റില്ല അല്ലേ ബോണി? Great. Don't hamper the roads while conducting a strike. Okay. That's an important point. Yes. Point noted. The tree on the middle of the on the middle alla, in the middle of the road poses a hamper for the transportation. Revdi, in the middle, on the middle alla, in the middle. Nadukku, oru sambavathinte nadukku, in the middle of the road. Okay? Yes. Don't interrupt me, don't hamper me in the middle of a conversation. Oru conversation inde edayil, don't hamper me in the middle of a conversation. Okay? Yeah. Moving on. ആ വെയിൻ വേറെ. ഈ വെയിൻ പറഞ്ഞപ്പോൾ നമ്മൾ മറ്റേ വെയിൻ ഒക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ വെയിൻ ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ ഈ വെയിന് ആൻഡ് ഈ വെയിൻ ഒക്കെ ഡിസ്കസ് ചെയ്ത്. ഈ വെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? ഞരമ്പോ, എന്താ? ബ്ലഡ് വെസൽസ്, അതാണ് വെയിൻ അല്ല. ഈ വെയിന്, EIN, ആ വെയിന് നൗണ്. ആൻഡ് ഈ വെയിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെയിൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഫ്യൂട്ടൈൽ, പോയിന്റ്ലെസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു വെയിൻ അല്ലെ. യൂസ്ലെസ്, പോയിന്റ്ലെസ്. യെസ്, ഗ്രേറ്റ്. സണ്ണി വെയിൻ, അത് വേറെ വെയിൻ. ഓക്കെ, മൂവിങ് ഓൺ. എന്റെ ഗൗതം, എനിക്ക് വയ്യ. അടുത്ത കൺസെൻസസ് അല്ല, കൺസെൻസസ് നൗൺ ആണ്. ഈ വാക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് വാക്കുണ്ട്. കൺസൈൻസ്, കോൺഷ്യസ്നസ്, കോൺഷ്യസ്, ഒരുപാട് മാറ്റമുള്ള വാക്കാണ്. കൺസൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? ഇതെന്താ സംഭവം എന്ന് പറയാൻ? നൗൺ ആണോ? കോൺഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? കൺസെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെൻസസ് എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ്, കോൺകോഡ്. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് കോൺകോഡ് എന്ന് പറയില്ല, ആ സാധനം അഗ്രിമെന്റ്, കോൺകോഡ്. കൺസെന്റ്, ഹാർമണി, ഒത്തുതീർപ്പ്, ഹാർമണി എന്നൊക്കെ പറയാം അതിന്. യൂണിറ്റി, ഹാർമണി എന്നൊക്കെ ഇതിന് പറയാം. അക്കോർഡ് എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് ഈ പറയുന്ന കൺസെൻസസിന്. അപ്പോ ഓക്കെ, ബാക്കി കോൺഷ്യൻസും കോൺഷ്യസും എന്താന്ന് പറയാം? കോൺഷ്യൻസ് ആൻഡ് കോൺഷ്യസ്. Men's encroachment into the forest is making animals vulnerable to their habitat. That's a quagmire area near my house. Okay, it's difficult to get out of quagmire. Okay, yes. Small water flows are hampered using soil sacks for irrigation purpose to farmland. Yes, I don't like to get hammered while I'm delivering a class. Ebila, great. സോറി ഹരി, ഞരമ്പല്ല, സിരകൾ. ഞാൻ ആദ്യം സിരകൾ എന്ന് പറയാൻ വേണ്ടി വന്നു, പിന്നെ ഞാനൊരു സിമ്പിൾ ആക്കി വേണ്ടി വെയിനാക്കി വന്നത്. താങ്ക് യു. യാ, കോൺഷ്യൻസ് എന്ന് പറയുന്നത് നൗൺ ആണ്. എന്താ കോൺഷ്യൻസ്? മനസാക്ഷി. നമ്മൾ പറയില്ല മനസാക്ഷി, അതാണ് കോൺഷ്യൻസ്. നമുക്കൊരു എന്താ പറയാ, ഒരു ഇൽ ഫീലിംഗ് തോന്നുന്നു എന്നൊക്കെ പറയില്ല, നമ്മുടെ മനസ്സിലൊരു, അതിനാണ് കോൺഷ്യൻസ് എന്ന് പറയാം. നിന്റെ കോൺഷ്യൻസ്, വിൽ യുവർ കോൺഷ്യൻസ് അലൗ യു ടു ഡു ദാറ്റ്? വിൽ യുവർ കോൺഷ്യൻസ് അലൗ യു ടു മർഡർ സം വൺ എന്നുള്ളത് മനസ്സിലായോ? എന്നാൽ കോൺഷ്യസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. കോൺഷ്യസ്, അവെയർ, കോൺഷ്യസ്. ആർ യു കോൺഷ്യസ് ദാറ്റ് യു ഡൂയിങ് സംതിങ് റോങ്? നിനക്ക് ബോധമുണ്ടോ നീ ചെയ്യുന്നത് തെറ്റാന്നുള്ള വല്ല ബോധമുണ്ടോ നിനക്ക് എന്നുള്ളതൊക്കെ ചോദിക്കില്ലേ? ദാറ്റ് ഈസ് കോൺഷ്യസ്. Vacation waned the deadly COVID-19 pandemic after the second wave. Vaccination. Vaccination. Yes, great. During pandemic, the roads were hampered, regarded it as a containment zone. Hampered
റിഗാർഡഡ് ആണോ ഉദ്ദേശിച്ചത്, റിഗാർഡ്ലെസ് ആണോ ജയശ്രീ ഉദ്ദേശിച്ചത്? റിഗാർഡ്ലെസ് ആയിരിക്കും ഉദ്ദേശിച്ചത്. റിഗാർഡ്ലെസ് അല്ലെ, റിഗാർഡ്ലെസ് ഓഫ് ബീങ് അതായിരിക്കും ഉദ്ദേശിച്ചത്. എന്നിട്ടും അല്ലെ, കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നിട്ടും എന്നാ, അതോ റിഗാർഡഡ് കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ റിഗാർഡഡ് ഇറ്റ് ആസ് എ കണ്ടെയ്ൻമെന്റ് സോൺ, അത് കറക്റ്റ്. അപ്പൊ ഐ കൺസെൻസസ് ആൻഡ് അഗ്രിമെന്റ്. ഐ കൺസെൻസസ് അഞ്ജന വരില്ല. എന്തുകൊണ്ടാ? കൺസെൻസസ് എന്ന് പറയുന്നത് നൗൺ ആണ്, വെർബ് അല്ല. അപ്പൊ വെർബായിട്ട് അവിടെ ഉപയോഗിക്കരുത് കേട്ടോ, വെക്കരുത്. നരേന്ദ്ര മോദി പുട്ട് കൺസെൻസസ് വിത്ത് ദ കോൾ ഫ്രം ഓസ്ട്രേലിയ. യെസ്, ഓക്കെ. There should be consensus between the parties for a valid contract. Yes. കൊണ്ടോന്നോ? അയ്യോ, ഞാൻ അങ്ങനെ കൊള്ളിപ്പിച്ച് പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ നമ്മുടെ, മനസ്സിലായോ, നമ്മുടെ റെഗുലർ യൂസിൽ പറഞ്ഞല്ലേ, ഞാൻ കൊള്ളിച്ചു. ഹരിക്കത് കൊണ്ടോ? ഹരി അതെന്താ കൊണ്ടത്? കൊള്ളാം. സ്പർ, അടുത്ത വാക്കാണ് സ്പർ. ഇറ്റ്സ് എ വേർബ്. സ്റ്റിമുലേറ്റ്, എൻകറേജ്, മോട്ടിവേറ്റ്, പ്രോംപ്റ്റ്, പ്രൊപ്പൽ, പ്രോഡ് എന്നൊക്കെയാണ് അർത്ഥം. സ്പർ ചെയ്യാം. അസൈനിങ് എ ട്രീറ്റി അല്ലെങ്കിൽ എന്താണ്, ഗെറ്റിംഗ് ഇൻ ടു ബയലാറ്ററൽ റിലേഷൻസ്, getting into bilateral relations with Afghanistan may spur India's trade മതി അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിനെ പറ്റി പറയാമായിരുന്നു. സ്പർ, സ്റ്റിമുലേറ്റ് ചെയ്യും, എൻകറേജ് ചെയ്യും, പ്രോംപ്റ്റ് ചെയ്യും എന്നൊക്കെ അർത്ഥം. അങ്ങനെ തന്നെ ഒരു അർത്ഥം ഉണ്ട്, ഇങ്ങനൊരു സെന്റൻസ് അങ്ങനെ തന്നെ ഉണ്ട്. മോട്ടിവേറ്റ് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, ഞാൻ നാളെ പറഞ്ഞത് ഓർക്കുന്നു. ഓക്കെ, അപ്പോൾ ഓർക്കുക, സ്പർ എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റിമുലേറ്റ്, എൻകറേജ്, പ്രോംപ്റ്റ്, പ്രൊപ്പൽ എന്നൊക്കെയുള്ള അർത്ഥം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്തത്. റഷ്യ മെയ്ഡ് ദ ഫസ്റ്റ് കൺസെൻസസ് അബൌട്ട് ക്രൂഡ് ഓയിൽ വിത്ത് ഇന്ത്യ. യെസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു മെയിൻറ്റെയിൻ കൺസെൻസസ് ഇൻ ലീഗൽ തിങ്സ്. യെസ്, ഇന്ത്യ മെയ്ഡ് എ കൺസെൻസസ് വിത്ത് ബ്രിട്ടൻ. യെസ്. അടുത്താണ് ചേർലിഷ്നെസ്. ചേർലിഷ് എന്ന വാക്ക് ഓർക്കണേ, ചേർലിഷ് എന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. ചേർലിഷ് ഓർത്ത് വെച്ചോട്ടോ, ചേർലിഷ് എന്നൊരു അഡ്ജക്റ്റീവ് ഉണ്ട്. അതിന്റെ മീനിങ് എന്താണ്? റൂഡ്. ഡോണ്ട് ബി ചേർലിഷ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബി റൂഡ് എന്നാണ്. വളരെ ഇൽ മാനേർലി ആയിട്ടുള്ള അപ്രോച്ചിന്, ഇൽ മാനേർലി ആണെങ്കിൽ യു ക്യാൻ സേ യു ആർ ഇൽ മാനേർലി, യു ആർ ചേർലിഷ്. ചൈൽഡിഷ് അല്ല, ചേർലിഷ്. ഓർക്കുക, ചേർലിഷ്നെസ് എന്ന് പറയുമ്പോൾ NESS നമ്മുടെ സഫിക്സ് ആഡ് ചെയ്യുമ്പോൾ അത് നൗണായി. റൂഡ്നെസ്, ഇൽ മാനർ, ഡിസ്കർട്ടസി. മനസ്സിലായോ? നമ്മൾ പറയില്ലേ, ഓ എന്തൊരു സ്വഭാവം ഇവന് അല്ലെ, എന്തൊരു സ്വഭാവം, അത് റൂഡാണ് എന്ന് പറയില്ലേ. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ചേർലിഷ്നെസ്. എന്നാ അതിന്റെ അഡ്ജക്റ്റീവ് ചേർലിഷ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. റൂഡ്, ക്രൂവൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, വളരെ ഇംപൊളൈറ്റ് ആയിട്ടുള്ള അല്ലെ, ഇംപൊളൈറ്റ്നെസ് എന്നൊക്കെ പറയും. ഇംപൊളൈറ്റ്നെസ്, പൊളൈറ്റ് അല്ലാത്ത മാനറിസം അതിനെ പറയും. അടുത്താണ് നിങ്ങൾക്ക് പരിചയമുള്ള വേറൊരു വാക്ക് പിടിച്ചോളൂ, ക്രെഡിറ്റബിൾ. ക്രെഡിറ്റബിൾ പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്ത ഒരുപാട് വാക്കുകൾ ഓർമ്മ വരും. ക്രെഡിബിൾ ഓർമ്മയുണ്ടോ? ക്രെഡിബിൾ, ക്രെഡുലസ് ആൻഡ് ഇൻക്രെഡിബിൾ. ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വരുമായിരിക്കും ഈ വാക്കുകൾ വരുമ്പോൾ. ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വർത്തി. അല്ലെ, വിശ്വസിക്കാൻ പറ്റും അല്ലെ, നമ്പാം, വിശ്വസിക്കാം, ട്രസ്റ്റ് വർത്തി. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ ഈസിലി ബിലീവബിൾ, ചാടിക്കേറിയ ഒരു കാര്യത്തിനെ വിശ്വസിക്കുന്നു. പിന്നെയും പിന്നെ ഇത് എഴുതുവാണ്, ബിക്കോസ് ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. ബിലീവബിൾ അല്ലെങ്കിൽ ഗളിബിൾ എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അടുത്ത നോക്കിയേ, ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺബിലീവബിൾ, ഓ അവിശ്വസനീയം. ഇൻക്രെഡിബിൾ ഇന്ത്യ, അൺബിലീവബിൾ. ക്രെഡിറ്റബിൾ എന്ന് പറഞ്ഞാൽ കമന്റബിൾ, ക്രെഡിറ്റ് കൊടുക്കുന്നത്, അവന് കൊടുക്ക് ക്രെഡിറ്റ് അല്ലെ, കൊടുകൈ, ദാറ്റ് ഈസ് ക്രെഡിറ്റബിൾ. ക്രെഡിറ്റബിൾ മീൻസ് കൊടുകൈ, അവൻ കൊള്ളാം, സൂപ്പർ ആണല്ലോ, നീ കൊള്ളാലോടാ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെ നീ കൊള്ളാലോ, ദാറ്റ് ഈസ് ക്രെഡിറ്റബിൾ അല്ലെ. ക്രെഡിറ്റബിൾ അഡ്ജക്റ്റീവ് ആണ്, ക്രെഡുലസ് അഡ്ജക്റ്റീവ് ആണ്, ഇൻക്രെഡിബിളും അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ക്രെഡിറ്റബിൾ എന്ന് പറയുന്നത് കമന്റബിൾ, പ്രൈസ് വർത്തി, നോട്ടബിൾ ആണ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ പറയാ ക്രെഡിറ്റബിൾ. ഓർത്ത് വെച്ചോണം. Showing churlishness before children would spur them to act so in future. Yes, Yamina. A good teacher should always spur the children. Oh, thank you, Gina. Thank you. Motivational videos spur us, but only for a few days. Great. Motivation is something that will help you to get started. Adinashesham, you have to go on. Make it a habit. Knowledge ready body. Providing subsidies in agrarian activities will spur many into it. Great.
Our CM always misunderstands because of his churlishness. Okay. Her churlishness made them enemies. Okay. She have allallo. She has done a creditable artwork. Yamuna, she singular. Has ആണ് വരുന്നത്. ഷീയുടെ കൂടെ have വരില്ല. Because എന്താ? She is singular. Has is singular. Have is plural. ഓർത്ത് വെച്ചോളൂ കേട്ടോ. Consensus between the instrumentation company and the college will spur the hand-on experience of the students. Yes, appreciable. Yeah, appreciable. Yeah. Although it was his first appearance on the stage, he gave a creditable performance. Yeah, awesome. Addiboli, le? Yeah. Churlishness done by drunken dad to mom made children delinquent. Okay. All right. Next work is accord. അടുത്ത വാക്ക് accord ആണ്. നോക്ക് accord. ഈ accord ഇവിടെ കണ്ടോ? accord എന്ന വാക്ക് കണ്ടോ? noun ആയിട്ട് ഉപയോഗിച്ച accord കണ്ടോ? verb ആയിട്ടും noun ആയിട്ടും accord ഉപയോഗിക്കാം. അപ്പൊ accord എന്ന വാക്കിന്റെ അർത്ഥം correspond, agree, concur, pact, treaty. നോക്കുക, pact, treaty എന്ന് പറയുന്ന ഈ രണ്ട് യൂസേജും noun ഫോർമുലേഷൻ ആണ്. agreement, pact, treaty എന്നൊക്കെ ഉള്ളത്. accord എന്ന് പറഞ്ഞ വേർബിന്റെ മീനിങ് എന്താണ്? correspond, agree, concur എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ. All right? Yes. You have a chance to get promoted because of this creditable job. Yes. Great. Okay. Your work is creditable. Like, appreciable. Your work is commendable, notable, praiseworthy. Trustworthy അല്ല കേട്ടോ. Yeah, in accordance with. Yes. Degree prelims. Accordance with ഒരുപാട് തവണ ചോദിക്കുന്നത് അല്ലേ? In accordance with ഒക്കെ നിങ്ങൾക്ക് അറിയാം. In accordance with. accord ഓർത്ത് വെച്ചോണം accord എന്താന്നുള്ളത്. All right. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ synonyms and idioms. Okay, synonyms, related words ഒക്കെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സെറ്റ് ആയെങ്കിൽ ഒരു thumbs up ഇട്ടേ. And show me some love and support. ലൈക്ക് ചെയ്തേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് പോകാം. ഡോണ്ട് വേസ്റ്റ് അവർ ടൈം. നമുക്ക് പോകാം അല്ലെ? സമയം കളയാതെ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേ. ആൻഡ് ഷോ മി യുവർ തംസ് അപ്പ്. ഓക്കെ, മൂവിങ് ഓൺ. അപ്പൊ നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളോട്ട്. അപ്പൊ ഇന്നത്തെ ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു ഫ്ലഡിനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. മറ്റേ ആർട്ടിക്കിൾ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ബൈലാറ്ററൽ റിലേഷൻ ഇന്ത്യയുടെ, കാരണം ഇന്ത്യയുടെ നമുക്കറിയാം ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു റൈറ്റപ്പ് നിങ്ങളോട് ചോദിച്ചാൽ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ചോദിച്ചാൽ യു ഹാവ് ടു ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ കാര്യം നമുക്ക് എഴുതേണ്ടി വരും. അതുകൊണ്ട് യു ഹാവ് ടു ഗിവ് ഇറ്റ് എ റീഡ്. അപ്പൊ ഇവിടെ വി ആർ ഗോയിങ് ടു റീഡ് സീസൺ ഓഫ് ഫ്ലഡ്. സീസൺ ഓഫ് ഫ്ലഡ്സ് നമുക്കറിയാം അല്ലേ? ഇതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. സീസൺ ഓഫ് ഫ്ലഡ്സ് വി ആർ അഫക്റ്റിംഗ്. ഇന്ത്യ ഈസ് ഹൈലി അഫക്റ്റഡ്. ഇന്ത്യ ഈസ് heavily affected by the floods ആണ്. അതുകൊണ്ട് നമുക്ക് torrential rain and floods നമുക്ക് എപ്പോഴും അഫക്ട് ചെയ്യുന്നു. And let's see what is about season of floods. Tamil Nadu cities need long-term solutions to avoid the monsoon woes. അപ്പൊ ഇത്തവണ ആർട്ടിക്കിളിൽ ഓതർ പറയുന്നത് തമിഴ്നാട്ടിലെ സിറ്റീസിൽ ലോങ് ടേം സൊല്യൂഷൻ വേണം. ഇനി നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ഇതിപ്പോ ആദ്യത്തെ തവണയല്ല. സോ വി ഹാവ് ടു ലുക്ക് ഫോർ സം ലോങ് ടേം സൊല്യൂഷൻസ് to avoid the monsoon woes. അപ്പോൾ മൺസൂൺ ഡിഫിക്കൽറ്റി, മൺസൂൺ പ്രോബ്ലംസ്, മൺസൂൺ ഡിസ്ട്രസ് വരുമ്പോൾ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് എ ലോങ് ടേം സൊല്യൂഷൻ, അല്ലെങ്കിൽ കുറച്ച് ലോങ് ടേം സൊല്യൂഷൻസ് കണ്ടെത്തിയിരിക്കണം എന്നാണ് ഓതർ പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇറ്റ് അബൌട്ട്. The ongoing spell of heavy rain in Chennai has again exposed the vulnerability of the city, a coastal metropolis with a flat terrain, to floods and raise more questions than answers about the government's preparedness to deal with the northeast monsoon. The first spell of heavy rain of 21 centimeter, mostly in the early hours of Sunday, November 7th, caught everyone by surprise. Despite storm, water drains and waterways running to about 700 kilometer being cleared in. പറഞ്ഞു വരുന്നത് നോക്കിക്കേ, ഈ നമ്മൾ ഫ്ലഡിന്റെ ഒക്കെ പ്രശ്നത്തെ പറ്റിയാണ് ഓതർ പറയുന്നത്. അപ്പൊ പറയുന്നത് എന്താ? ഓൺഗോയിങ് സ്പെൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെൽ ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്പെൽ ഓഫ് റെയിൻ എന്നർത്ഥം പീരിയഡ്. സ്പെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെൽ എന്താ? സ്പെല്ലിംഗ് സ്പെൽ അല്ല കേട്ടോ. സ്പെൽ എന്ന് പറഞ്ഞാൽ പീരിയഡ്. കുറച്ച് നേരമായി, ഇന്നും തുടങ്ങിയാൽ കുറച്ച് നേരത്തേക്കുള്ള പീരിയഡ് ഓഫ് ടൈം ദൂരം, കുറച്ച് കാലമായിട്ട് 2-3 ദിവസത്തേക്ക് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ പെയ്യുമ്പോൾ ഈ ഓൺഗോയിങ് പീരിയഡ് ഓഫ് ഹെവി റെയിൻ എന്ന് പറയുന്നത് ചെന്നൈനെ അഫക്റ്റ് ചെയ്തു, എക്സ്പോസ് ചെയ്തു. ചെന്നൈയുടെ എന്ത് എക്സ്പോസ് ചെയ്തു? വൾണറബിലിറ്റി, പ്രോൺനെസ്. ചെന്നൈ എന്ന സിറ്റിയുടെ വൾണറബിലിറ്റിയെ നമ്മളെ കാണിച്ചു തന്നു, എക്സ്പോസ് ചെയ്തു. അത് എവിഡന്റ് ആയിട്ട് നമ്മുടെ മുമ്പിലോട്ട് എടുത്തു കാണിക്കപ്പെട്ടു ഈ പറയുന്ന മഴ.
ഓക്കെ, അപ്പോൾ വി നോ ചെന്നൈ ഇസ് എ കോസ്റ്റൽ മെട്രോപോളിസ് ആണ് അല്ലേ, ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആണ്, ഇതൊരു മെട്രോപോളിസ് ആണ്. അവിടെ എന്താ പ്രോബ്ലം, ഒരു കോസ്റ്റൽ ഏരിയ ആണല്ലേ, തൊട്ടടുത്ത് ഇറ്റ്സ് എ കോസ്റ്റൽ മെട്രോപോളിസ് ആണ്. ആൻഡ് ഫ്ലാറ്റ് ടെറൈൻ ആണ് അവിടെ ഉള്ളത്. മാത്രമല്ല വി നോ അവിടെ നമ്മുടെ കോൺക്രീറ്റ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഫ്ലഡ് അഫക്റ്റ് ചെയ്ത് വെള്ളം ഒഴുകിപ്പോകാൻ വേറൊരു സ്ഥലമില്ല. വി നോ, കാരണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്കുണ്ട്. 2015 മറന്നുപോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, I was in 5th standard. നമ്മൾ ചെന്നൈയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായം ചെയ്തൊരു കാലഘട്ടം. ഐ സ്റ്റിൽ റിമെമ്പർ. നമുക്ക് ഫ്ലഡ് വന്നപ്പോൾ 2018 നമ്മുടെ ഫ്ലഡ് വന്നപ്പോൾ അവർ തിരിച്ച് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സോ വി നോ എത്രയാണ് റിലേഷൻഷിപ്പ്, ഹാൻഡ് ഇൻ ഹാൻഡ്, വി ആർ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ഓൾ ദീസ് തിങ്സ്. ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹായമുള്ളവരാണ്. സോ അത് നമുക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 2015 ഒരു ഓർമ്മ വരുന്നു. അപ്പോൾ ഇത് വാട്ട് ഹാസ് ഇറ്റ് ഗോട്ട് ഇൻ ടു. അപ്പൊ എന്താ പ്രോബ്ലം അവിടെ പ്രോബ്ലം ഒരുപാട് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യപ്പെട്ടു ദാൻ ആൻസേഴ്സ്. നമുക്ക് ആൻസേഴ്സ് അല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. എന്താ ചോദ്യം? Is the government prepared to deal with northeast monsoon? ഗവൺമെന്റിന്റെ പ്രിപ്പയർഡ്നെസ്, റെഡിനെസ്, ഗവൺമെന്റ് എത്ര റെഡിയാണ്, റെഡിയാണ്, എത്ര പ്രിപ്പയർഡ് ആണ് ഇങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഫക്റ്റ് ചെയ്താൽ, ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്, റെഡിയാണോ എന്നുള്ളത്. ആദ്യത്തെ പീരീഡ് ഓഫ് റെയിൻ എപ്പോഴാണ് വന്നത്? 21 സെന്റിമീറ്റർ ഇതാണ് അതിന്റെ ഹെവി റെയിൻഫോൾ ആയിരുന്നു. അതിൽ തുടങ്ങിയത് എപ്പോഴാണ്? സൺഡേ 7ാം തീയതി സ്റ്റാർട്ട് ചെയ്ത 7ാം തീയതി ഏർലി അവേഴ്സ് ഓഫ് സൺഡേ തുടങ്ങി. അത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു, പെട്ടെന്ന് സംഭവിച്ചു. കോട്ട് ബൈ സർപ്രൈസ് പറഞ്ഞല്ലോ, ഹാപ്പൻ അൺഎക്സ്പെക്ടഡ്ലി, പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. കൂടാതെ കഴിഞ്ഞ ദിവസം രേവതി പറഞ്ഞില്ലേ, ദർ വാസ് സ്റ്റോം അല്ലെ, ഡെസ്പൈറ്റ് സ്റ്റോം കൂടാതെ അല്ലെ, സ്റ്റോമിന്റെ കൂടെ വാട്ടർ ഡ്രെയിൻസ്, വാട്ടർ വേസ് കംപ്ലീറ്റ്ലി മൊത്തം ക്ലിയർ ചെയ്യപ്പെട്ടു. 700 കിലോമീറ്ററോളം, 700 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ചില്ലറയാണോ ഒന്ന് ആലോചിക്കുക, 700 കിലോമീറ്ററോളം ഡ്രെയിൻസും ഇതെല്ലാം ക്ലിയർ ആയിപ്പോയി. ക്ലിയർഡ് ഇൻ ദ ലാസ്റ്റ് 4 months. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കി വന്നിരിക്കുകയാണ്. നോ ടാഞ്ചിബിൾ ഇംപ്രൂവ്മെന്റ് വാസ് സീൻ ഇൻ ദ പ്രോബ്ലം ഓഫ് ഇനണ്ടേഷൻ. എത്രയൊക്കെ നമ്മൾ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ എല്ലാം സെറ്റാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടും നോ ടാഞ്ചിബിൾ ഇംപ്രൂവ്മെന്റ് വാസ് സീൻ ഇൻ ദ പ്രോബ്ലം ഓഫ് ഇനണ്ടേഷൻ. ഫ്ലഡിന്റെ കാര്യത്തിൽ there is no tangible improvement. The nightmare of the 2015 December floods haunted Chennai in the backdrop of the authorities monitoring the release of surplus water from the reservoirs on the outskirts. Even as the city was struggling to get back to normality, there was a depression in the Bay of Bengal, which crossed the coast near Chennai on Thursday. This time, the city did not experience heavy rainfall, but several suburbs such as Tambaram and Red Hills. Tambaram എന്താണ് കറക്റ്റ്, എനിക്ക് തമിഴ് ഇതറിയില്ല. താമ്പരം എന്താണ് അവർക്ക് അടുത്ത പ്ലേസ്, ഐ ഡോണ്ട് റിമെമ്പർ. Red Hills recorded over 22 centimeter of rain in last 4 days. Other parts of the നോക്കാം എന്താ, യെസ് നോക്കാം. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയോ കമന്റ്സ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ദ വിക്കഡ് വിച്ച് കാസ്റ്റ് സ്പെൽ, അങ്ങനെ മീനിങ് ഉണ്ട്. കാസ്റ്റ് സ്പെൽ എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. കാസ്റ്റ് സ്പെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിലോട്ട് എന്താ, അത് വേറെ മീനിങ് ആണ്. അത് പീരിയഡ് ഓഫ് സ്പെൽ അല്ല, അതിന് മീനിങ് വേറെയാണ്. കാസ്റ്റ് സ്പെൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് കൊടുക്കുക, എന്താ പറയാ, ശാപം കൊടുക്കുക, അങ്ങനെയാണ് അർത്ഥം. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതെ, 5ലായിരുന്നു. സ്പെല്ലിന് മാജിക്കൽ ആയിട്ടുള്ള ഒരു മാറുമെന്ന് അർത്ഥമില്ല. ഉണ്ട് കേട്ടോ ഗൗതം, ഉണ്ട്. സ്പെല്ല് വേറെ ഉണ്ട്. സ്പെല്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പെല്ല് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് ചെയ്യാം. സ്പെല്ലിന്ന് പ്രൊനൗൺസ് ചെയ്യാന്നല്ല, സ്പെൽ ദ വേർഡ് ഹോണ്ട് എന്ന് പറഞ്ഞാൽ HAUNT, ഹോണ്ട്. അങ്ങനെ സ്പെല്ല് ചെയ്യില്ലേ, ഓരോ അക്ഷരങ്ങൾ എടുത്തെടുത്ത് പറയുന്നതിനെയും നമ്മൾ എന്താ പറയുക, സ്പെൽ എന്നാ പറയാം. അതാണ് കേട്ടോ സ്പെല്ല് കറക്റ്റ്. ഓക്കെ, 2005 ആണ് കേട്ടോ. ഞാൻ 2015 ആണോ ഞാൻ പറഞ്ഞത്, സോറി. 2015 ഞാൻ ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുക. സോറി, ഞാൻ 2005 ആണ് ഉദ്ദേശിച്ചത്. സോറി, ഞാൻ 2005 ആണ് ഉദ്ദേശിച്ചത്. സോറി, എന്റെ മനസ്സിൽ മാറിപ്പോയി. ഐ എം സോ സോറി. ഓൾ റൈറ്റ്, ഓക്കെ, മാറിപ്പോയിട്ടോ, പെട്ടെന്ന് ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയത്. 2005 ആണ്. മൈ ബാഡ്. ഓക്കെ, അടുത്തത്. അപ്പോൾ പറഞ്ഞു എന്താണ്, അപ്പോൾ കഴിഞ്ഞ 4 മാസത്തിനോട് നമ്മൾ ബാക്ക് ടു നോർമൽ, നേരത്തോട് കാര്യത്തോട് വരാം. ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചേക്കാം. വി ആർ റിയലി പ്രിപ്പയർഡ് ഫോർ എന്താണ്, ഫ്ലഡ് ഒക്കെ വന്നാൽ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ വന്നാൽ വി ഹാവ് ടു ബി വെരി മച്ച് കെയർഫുൾ എന്ന രീതിയിൽ. കാരണം ഓൾറെഡി വി നോ അതൊരു കോസ്റ്റൽ മെട്രോപോളിസ് ആണ്, അപ്പോൾ എല്ലാം റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ദർ വാസ് നോ എവിഡന്റ്, നമുക്ക് എന്താ പറയാ, ഫിസിക്കൽ ആയിട്ടൊരു ഇംപ്രൂവ്മെന്റ് ഒന്നും ഈ ഫ്ലഡിന്റെ കാര്യത്തിൽ നടന്നില്ല. ടാഞ്ചിബിൾ ആയിട്ടുള്ള, പാൽപ്പബിൾ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഒന്നും നടന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് അഫക്ട് ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ 2015 ഡിസംബർ ഫ്ലഡ് അവിടെയാണ് ഉദ്ദേശിക്കുന്നത്. 2015 ഡിസംബറിലെ ഫ്ലഡ് ഓർമ്മയുണ്ടോ? 2015 ഡിസംബറിലെ ഫ്ലഡ് എന്ന് പറയുന്നത് വളരെ എഫക്ട് ചെയ്തു. 2015 ഞാൻ എവിടെയാ ഡിഗ്രി പഠിച്ചിരുന്ന കാലഘട്ടം, ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന കാലഘട്ടമാണ്. ഐ എം സോ സോറി. ഓക്കെ,
യെസ്. അപ്പോൾ ഞാൻ കോട്ടയത്ത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്, 3rd ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത്, ചെന്നൈയിൽ ഹോണ്ട് ചെയ്യപ്പെട്ടായിരുന്നു, ഈ പറയുന്ന പോലെ ഫ്ലഡ് ഹോണ്ട് ചെയ്യപ്പെട്ടായിരുന്നു. ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 2000 ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എന്തായാലും ഒരു ഫ്ലഡ് അഫക്ട് ചെയ്തിരുന്നു ചെന്നൈയിൽ. ആ സമയത്തെ കാര്യമാണ് ഞാൻ നോക്കുന്നത്. 2015 ഫ്ലഡിനെ പറ്റി ഐ ഡോണ്ട് റിമെമ്പർ മച്ച്. ആ സമയത്ത് നമ്മൾ ഒരുപാട് ഡിഗ്രി പഠിച്ചിരുന്ന കാലത്തൊന്നും അതിനെപ്പറ്റി വലിയ ഓർമ്മ എനിക്കില്ല. നമ്മൾ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. ബട്ട് ഈ ഇതിനെപ്പറ്റിയാണ്, ചെന്നൈയിലെ ബാക്ക്ഡ്രോപ്പിനെ പറ്റിയാണ് പറയുന്നത്. ആ സമയത്ത് ഒരുപാട് വെള്ളം ഒക്കെ ഔട്ട്സ്കേർട്സിലോട്ട് ബാധിച്ചു, ഒരുപാട് കാര്യങ്ങൾ ബാധിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. എന്നാൽ സിറ്റി നോർമാലിറ്റിയോട് തിരിച്ചു വരുന്ന സമയത്തും ബേ ഓഫ് ബംഗാളിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ എന്തോ ഈ പ്രോബ്ലം വന്നത്, ന്യൂനമർദ്ദമാണ് പ്രോബ്ലം അല്ലെ, പ്രസിപ്പിറ്റേഷൻ ആണ് പ്രോബ്ലം വന്നത്. അപ്പൊ ബേ ഓഫ് ബംഗാളിലെ ഡിപ്രഷൻ കാരണമാണ് എന്ത് വരുന്നത്, കോസ്റ്റൽ ഏരിയയിൽ അഫക്ട് ചെയ്യുന്നു, അത് തേഴ്സ്ഡേയിൽ അഫക്ട് ചെയ്യുന്നു, കോസ്റ്റലെ നിയർ ചെന്നൈയിൽ അഫക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന ഫ്ലഡ് അഫക്ട് ചെയ്യേണ്ടത് അല്ലെ, മഴ കൂടുന്നു അഫക്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇത്തവണ ഒരുപാട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ഹെവി റെയിൻ ഒന്നും അല്ല, ഡിഡ് നോട്ട് എക്സ്പീരിയൻസ് മച്ച് അല്ലെ, ഒരുപാടും അഫക്ട് ചെയ്യപ്പെട്ടില്ല, ഒരുപാട് വലിയ റെയിൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ചില സബർബൻ ഏരിയാസ് ഔട്ട്സ്കേർട്സ് ആയ താമ്പരം അതുപോലെ തന്നെ റെഡ് ഹിൽസ് എങ്ങനെയുള്ള എടുത്ത് 22 സെന്റിമീറ്ററോളം മഴ ലെങ്ത്തിൽ മഴയുടെ ഇത് അഫക്ട് ചെയ്യപ്പെടും. അതായത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അപ്പം തന്നെ അഫക്ട് ചെയ്യുമല്ലോ. അതാണ്, ഹെവി ആവണമെന്നില്ല, കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ തന്നെ മഴ ഫ്ലഡിന് കാരണമാകും. അപ്പൊ ലാസ്റ്റ് 4 ദിവസമായപ്പോഴേക്കും അതർ പാർട്സ് ഓഫ് ദി സ്റ്റേറ്റ് ടു, തമ്പാരം പോലെയുള്ള റേഞ്ച് അല്ലാതെ അതർ പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ് ഓൾസോ സ്റ്റാർട്ടഡ് റിസീവിംഗ് എൻഡ് ഓഫ് ദിസ് മൺസൂൺ എൻഡ് ആയപ്പോഴേക്കും മഴ കിട്ടാൻ തുടങ്ങി. Nagapattinam, one of the backward areas of the Kaveri Delta, was battered after 31 centimeter fell in a day. അപ്പോൾ നോക്കുക, നമ്മുടെ 31 സെന്റിമീറ്റർ മഴ കിട്ടിക്കഴിഞ്ഞു. എവിടെ നമ്മുടെ നാഗപട്ടണം ഒക്കെ 31 സെന്റിമീറ്റർ മഴ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആകപ്പാടെ ഹെവി ഹിറ്റ് നന്നായിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടു. ഹിറ്റ് അല്ലെങ്കിൽ അഫക്റ്റഡ് കേട്ടോ. അഫക്റ്റഡ് എന്നാണ് വാക്കിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു ബാറ്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ, അഫക്റ്റഡ് എന്നാണ്. അഫക്റ്റ് ചെയ്യപ്പെട്ടു. നാഗപട്ടണം പോലെയുള്ള നഗരങ്ങളൊക്കെ ഏരിയാസ് ഒക്കെ നഗരങ്ങളല്ല ബാക്ക്വേർഡ് ഏരിയാസ് ഒക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യപ്പെട്ടു. കാരണം കാവേരി ഡെൽറ്റയുടെ ഭാഗമാണ് ഇവർ. അഫക്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ ഓൾ റൈറ്റ്. യെസ്, 2004-06 അതായിരിക്കും എന്ന് പറയുന്നു. അതായിരിക്കും. അപ്പൊ എന്റെ ഓർമ്മ ശരിയല്ല. യെസ് അതാണ് താമ്പരം. താങ്ക് യു അഞ്ജലി, താമ്പരമാണ്. പിന്നെ എനിക്ക് അതിന്റെ ഇത് ചെയ്യാവുന്നില്ല. സുനാമി 2016 അല്ലേ, 2006 അല്ലേ, ഓർ 2004 ആണോ 6 ആണോ നമ്മുടെ സുനാമി ഹിറ്റ് ചെയ്യപ്പെട്ടത്? അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതാ എനിക്ക് മാറിപ്പോയത്. അതാണ് സുനാമി. ഇറ്റ്സ് ലൈക്ക് എ ഫ്ലഡ് അല്ലേ, അപ്പം അഫക്റ്റ് ചെയ്യപ്പെട്ടായിരുന്നു. അപ്പം 4 ആണോ 6 ആണോ എന്റെ ഓർമ്മ ശരിയാവുന്നതില്ല, അതുകൊണ്ട് പറഞ്ഞത്. ദ ക്രക്സ് ഓഫ് ദ പ്രോബ്ലം ഈസ് ദ ഇഷ്യൂ ഓഫ് ഡ്രെയിനേജ്. അപ്പം പ്രോബ്ലത്തിന്റെ സോഴ്സ്, ക്രക്സ് എവിടെയാണ്? In the drainage, be it in Chennai or Nagapattinam. And in a large urban settings such as Chennai, shrinking open space, the gap between the coverage of the drains and that of sewer lines, aging drains and sewage networks in core areas in the city, and encroachments or obstructions hampering the free flow of water. അത് അപ്പൊ പറഞ്ഞു വരുന്ന നോക്കിയേ, 2004. യെസ്, ഓക്കെ. അതെ. അപ്പോൾ ഈ പ്രോബ്ലം, അപ്പോൾ ക്രാക്സ് ഓഫ് ദ പ്രോബ്ലം, ഈ പ്രോബ്ലത്തിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ പ്രോബ്ലം ക്രക്സ്, ഏറ്റവും അഫക്ട് ചെയ്യപ്പെടുന്ന ഏരിയ എന്ന് പറയുന്ന ഏറ്റവും അഫക്ട് ചെയ്യപ്പെടുന്ന പ്രശ്നം എന്താണ്? ക്രക്സ് എന്താണ്? വാട്ട് ഈസ് ക്രക്സ്? എന്താ ഈ ക്രക്സ് എന്ന മീനിങ്? നമ്മൾ ക്രക്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ക്രക്സ് പറഞ്ഞിട്ടുള്ളതാണ്. ക്രക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പ്രോബ്ലം, എന്താ കോർ, സോഴ്സ് എന്ന് പറയുന്ന എസെൻസ്. അതുകൊണ്ട് ഇതിന്റെ എസെൻസ്, അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എവിടെയാ? ഡ്രെയിനേജിനെയാണ് ഇഷ്യൂ അഫക്ട് ചെയ്യപ്പെടുന്നത് അല്ലെ. ഡ്രെയിനേജ് സിസ്റ്റം ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെന്നൈ ആയിക്കോട്ടെ നാഗപട്ടണം ആയിക്കോട്ടെ എവിടെയാണെങ്കിലും അഫക്ട് ചെയ്യപ്പെടുന്നത് ഡ്രെയിനേജിനെയാണ്. കാരണം ഒരു ലാർജ് സബർബൻ സിറ്റി ആയ ഈ ചെന്നൈ പോലെയുള്ള ഏരിയയിൽ ഓപ്പൺ സ്പേസ് മൊത്തം ഷ്രിങ്ക് ചെയ്യപ്പെടുന്നു. ഷ്രിങ്ക് ചെയ്യപ്പെടുക, യു നോ വാട്ട് ഷ്രിങ്കിങ് മീൻസ്? ചുരുങ്ങുന്നു. ആൻഡ് അതിന്റെ ഡ്രെയിനേജ് ഗ്യാപ്പ് പോലും ഇല്ലാതെ അങ്ങ് കംപ്ലീറ്റ് ഇത് ചുരുങ്ങുന്നു. ആൻഡ് സുവർ ലൈൻസ്, യു നോ സുവർ ഡ്രെയിനേജ് ആണ് അല്ലെ, വേസ്റ്റ് വാട്ടർ അതിന്റെ ആണല്ലോ സുവജ് എന്ന് പറയുന്നത്. സുവജ്, ഇറ്റ്സ് നോട്ട് സീവർ, ഇറ്റ്സ് സുവർ ലൈൻസ്. അപ്പൊ സുവർ ലൈൻസിനെ അഫക്ട് ചെയ്യപ്പെടുന്നു. ആ നെറ്റ്വർക്ക് മൊത്തത്തിൽ അഫക്ട് ചെയ്യപ്പെടുന്നു. കോർ നെറ്റ്വർക്ക് അത് മൊത്തത്തിന് അഫക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ വാട്ടറിന്റെ എൻക്രോച്ച്മെന്റ്, വെള്ളത്തിന്റെ കയറ്റം എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫക്ട് ചെയ്യും. അത് ഒരുപാട് ഹിൻഡർ ചെയ്യും. ഇറ്റ് വിൽ ബ്ലോക്ക്, അത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നു. ഫ്രീ ഫ്ലോ ഓഫ് വാട്ടറിന്റെ ഫ്രീ ഫ്ലോയെ അഫക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓഫ് വാട്ടർ ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് മെസ്. അപ്പൊ ഇതിന്റെ ഇത് ഏറ്റവും കാര്യം അഫക്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന വെള്ളം എല്ലാം കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഡ്രെയിനേജ് ഒക്കെ ബ്ലോക്ക് ആവും. കംപ്ലീറ്റ് സുവർ ലൈൻ ഒക്കെ ബ്ലോക്ക് ആവും.
അതാണ് ഏറ്റവും കൂടുതൽ മെസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞത്. ദ സിറ്റി ഈസ് ബ്ലസ്ഡ് വിത്ത് എ ഫ്യൂ റിവേഴ്സ് സച്ച് എസ് Coom and Coom and the Adyar, apart from a number of canals, including the Buckingham Canal. All these water bodies, if properly maintained, can be very effective flood carriers, sparing several residential localities from inundation. The state government, which is executing a couple of integrated stormwater drain projects, should look for durable solutions to the city's long-standing woes and executing them in a short span of time. The government has been swift in providing relief and its seriousness in the പറഞ്ഞു വരുന്നത് നമ്മുടെ നെക്സ്റ്റ് ഈ പാരഗ്രാഫോട്ട് വരുമ്പോൾ ഇനി അതിന് ശേഷമുള്ള കാര്യം. അപ്പോൾ അഫക്റ്റ് ചെയ്യപ്പെട്ട സൂവേജ് ആണെന്ന് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യപ്പെട്ട സൂവേജ് ഏരിയ എന്ന് പറഞ്ഞല്ലോ, ഡ്രെയിനേജ് ഏരിയ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മാത്രമല്ല കുറച്ച് സിറ്റിയിൽ ഒരു ഗുണമുണ്ട്, നമ്മുടെ സിറ്റിക്ക് കുറച്ച് നല്ല റിവേഴ്സ് ഉണ്ട്. ദേ ആർ ബ്ലസ്ഡ് വിത്ത് റിവേഴ്സ് ലൈക്ക് ദിസ്. ഇതുപോലത്തെ റിവേഴ്സ് ഉണ്ട്. കൂവം, അടയാർ റിവർ ഒക്കെ ഉണ്ട്. കനാൽ, അതുപോലെ ബക്കിംഗ്ഹാം കനാൽ ഉണ്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ഇതുണ്ട്, റിസർവോയ്സ് ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ ബോഡീസ് ഒക്കെ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല എഫക്റ്റീവ് ഫ്ലഡ് കാരിയേഴ്സ് ആയിരിക്കും. അവ ഫ്ലഡിനെ എന്ത് ചെയ്യാം, ഫ്ലഡ് കാരിയേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും, അത് സ്പെയർ ചെയ്യും. അതെന്ത് ചെയ്യും, നമ്മളെ സ്പെയർ ചെയ്യും. വിൽ നോട്ട് എഫക്ട് റെസിഡൻഷ്യൽ ഏരിയാസ്. ഈ പറയുന്ന ഫ്ലഡ് ഒരിക്കലും റെസിഡൻഷ്യൽ ഏരിയാസിനെ, ആൾക്കാർ താമസിക്കുന്ന ഏരിയാസിനെ എഫക്ട് ചെയ്യില്ല. ഇഫ് യു ആർ പ്രോപ്പർലി മെയിൻറ്റെയിനിങ് ഇങ്ങനത്തുള്ള റിവേഴ്സ് ആൻഡ് കനാൽസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മൾ ഇതാൻ പറ്റും. അപ്പൊ പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ ഈ പറയുന്ന റിവേഴ്സിനെയും കനാൽസിനെയും വാട്ടർ ബോഡീസിനെ, ഫ്ലഡ് കാരിയേഴ്സിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് ഓദർ പറയുന്നത്. കേട്ടോ, ഓദർ പറയുന്ന ഫസ്റ്റ് തിങ് എന്താണ്, ഈ ഫ്ലഡ് കാരിയേഴ്സ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ റെസിഡൻഷ്യൽ ലൊക്കാലിറ്റീസിൽ ഫ്ലഡ് അഫക്ട് ചെയ്യില്ല. അതെന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, അടുത്തൊരു കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്, ഇന്റഗ്രേറ്റഡ് സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് പ്രോജക്ട്സ്. ഇന്റഗ്രേറ്റഡ് സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് പ്രോജക്ട്സിനെ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഈ വോസ് ആയിട്ടുള്ള ഡിസ്ട്രസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡ്യൂറബിൾ സൊല്യൂഷൻ കൊണ്ടുവരിക. ഇത് തന്നെ ഒരുപാട് ഗുണമാണ്. അപ്പം നമുക്കൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലോട്ട് വേണ്ടി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ലോങ് ടേം ആയിട്ട് ചിന്തിക്കുക ചെയ്യണം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് വളരെ സ്വിഫ്റ്റ് ആയിരുന്നു. സ്വിഫ്റ്റ് ഇൻ സെൻസ് ക്വിക്ക്, വളരെ ക്വിക്ക് ആയിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അല്ലെ, റിലീഫ് പ്രോസസ് ഒക്കെ നന്നായി നടന്നു, പെട്ടെന്ന് നടന്നു. അതിന്റെ സീരിയസ്നെസ് ഒക്കെ പെട്ടെന്ന് എന്താണ് ക്യാമ്പിലോട്ട് മാറ്റുന്നു, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്, ഗവൺമെന്റ് നടത്തി. ബട്ട് അത് പോരെ, നമുക്ക് വി ഹാവ് ടു ഹാവ് എ ലോങ് ടേം സൊല്യൂഷൻ ഫോർ ദിസ് എന്നാണ് നമ്മുടെ ഓദർ പറയുന്നത്. ആൻഡ് seriousness of the matter can be seen from the fact that Chief Minister M.K. Stalin visited flood-hit areas continuously since Sunday for a first-hand account of the problems. Often in the past, the determination shown in finding a long-term solution to waterlogging waned during the non-monsoon periods. Mr. Stalin, who was Chennai mayor and local administration minister earlier, is well placed now to put his experience to use and pull the city out of the quagmire. The people too should be responsible enough in ensuring that the water bodies and drains are not turned into dumps. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നോക്കിക്കേ. അപ്പോൾ ഓദർ പറയുന്ന കാര്യം കൃത്യമായിട്ട് നല്ല റിലീഫ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്വിക്കായിട്ട് നടന്നു. കാരണം ചീഫ് മിനിസ്റ്റർ നേരിട്ട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നു. ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ അല്ലേ, നല്ലൊരു മനുഷ്യനാണ്. സോ അങ്ങനെ പുള്ളിക്കാരൻ ഒരുപാട് നടന്നു. അത് സൺഡേ തന്നെ പുള്ളിക്കാരൻ സൺഡേ മുതൽ പുള്ളിക്കാരൻ അവിടെ നേരെ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് അല്ലേ, നേരിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പാസ്റ്റിലാണെങ്കിലും ചിന്തിക്കുവാണെങ്കിൽ ലോങ് ടേം സൊല്യൂഷൻ ഈ വാട്ടർ ലോഗിങ് നമ്മൾ കാണുന്നില്ല. കാരണം എന്താ, ലോങ് ടേം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. നോൺ മൺസൂൺ ഏരിയ ആകുമ്പോഴേക്കും നമ്മളത് നിർത്തും. ദാറ്റ് വിൽ ബി വെയിൻഡ്. അതെന്ത് ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്, അത് ഡിക്ലൈൻ ചെയ്യുന്നു. ആദ്യം നമ്മൾ ആക്കും. മൺസൂൺ സമയത്ത് നമുക്ക് വലിയ ഉഷാറാണ്, എല്ലാ കാര്യം ചെയ്യുന്ന ഉഷാറാവും. പിന്നെ നോൺ മൺസൂൺ മഴയൊക്കെ പോയി അങ്ങ് വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ അങ്ങ് വിട്ടു. പിന്നെ അത് മാറുന്നു. വി ഫൊഗെറ്റ് അബൌട്ട് ദാറ്റ്. വി കംപ്ലീറ്റ്ലി ഫൊഗെറ്റ് അബൌട്ട് ദ തിങ്സ്. അപ്പോഴാണ് അടുത്ത ഒരു മഴ വരണം, പിന്നെ നമുക്കൊന്ന് ആലോചിക്കണം, അശ്ശോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്ക് ചെയ്യണം. നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ പോലെ ആദ്യമൊക്കെ മഴ വരുമ്പോൾ മുല്ലപ്പെരിയാർ ഇഷ്യൂ വലിയ പ്രോബ്ലം, നമ്മളെല്ലാവരും അത് വലിയ ആനയാണ്, ചക്കയാണ്, മാങ്ങയാണെന്നൊക്കെ പറയും. പിന്നെ അങ്ങ് മറക്കും. പിന്നെ അതിനൊരു പുല്ല് വില നമ്മൾ കൊടുക്കാറില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് എവ്രിവെയർ. ഇത് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ നടക്കരുത് എന്നാണ് ഓദർ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, സ്റ്റാലിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി തമിഴ്നാടിനുള്ളത് വളരെ ഒരു വലിയൊരു ആശ്വാസം. കാരണം ഹി വാസ് ഓൾറെഡി ചെന്നൈ മേയർ ആയിരുന്നു,
പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാം, വി കൻ പുട്ട് ഇറ്റ് ഇൻ ടു യൂസ് എന്നാ പറയുന്നത്. പുട്ട് സംതിങ് ഇൻ ടു യൂസ്, പുട്ട് ഹിസ് എക്സ്പീരിയൻസ് ടു യൂസ്, പുട്ട് ഇൻ ടു യൂസ്, ഇഫക്റ്റീവായിട്ട് ഫംഗ്ഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വാക്ക്മയർ ഈ ഒരു മെസ്സിൽ നിന്ന് സിറ്റിയെ പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കും, ഹെൽപ്പ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല പീപ്പിൾ മസ്റ്റ് ഓൾസോ ബി റെസ്പോൺസിബിൾ, മനുഷ്യർക്കും കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ കാണിക്കാം. ബിക്കോസ് ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസ് ഒക്കെ വെറും വാട്ടർ ബോഡീസും ഡ്രെയിൻസും നമ്മുടെ ഇതിനെയൊക്കെ വെറും ഡംപ്സ് ആക്കി മാറ്റരുത്, വെറും ട്രാഷ് ഇടാനുള്ള ഏരിയ ആക്കി മാറ്റരുത്. ട്രാഷ് ഇടാനുള്ള ഏരിയ ഇല്ലേ, ഡംപ്, ഡസ്റ്റ്ബിൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയില്ലേ. ഡംപ് എന്താ അർത്ഥം, വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിനാണ് ഡംപ് എന്ന് പറയാം. അപ്പോൾ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലമാക്കി വാട്ടർ ബോഡീസിനെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ഡ്രെയിൻസും നമ്മുടെ സുവർ ലൈൻസിനെ നമ്മൾ ഒരിക്കലും വേസ്റ്റ് അല്ലെ ചുമ്മാ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള അനാവശ്യമായി നോൺ ഡീഗ്രേഡബിൾ വേസ്റ്റുകൾ ഇട്ട് നോൺ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ ഇട്ട് അതിനൊരു ഡംപ് ആക്കി മാറ്റാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് വളരെ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള അനലിറ്റിക്കൽ അറ്റ് ദ സെയിം ടൈം കൂടുതൽ വി കൻ സേ ക്രിട്ടിക്കൽ ടോണിലുള്ള ഒരു ആർട്ടിക്കിളാണ്, റൈറ്റപ്പാണ് ഇന്നത്തെ ഓതർ നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് അതൊരു എന്താ പറയാ, നമുക്കൊരു നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ മുൻകരുതൽ, ഇറ്റ്സ് എ വാർണിംഗ് ആസ് വെൽ, അത് ഓർത്ത് വെച്ചോളാം. അതെ അതെ അതെ, വൈലും വൈൽസും സെയിം മീനിങ് ആണ് കേട്ടോ. ഓക്കെ 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 ഗൗതം, അത് കൊള്ളാം. 2004 ആയിരുന്നല്ലേ? ഓക്കെ ഓക്കെ, അത് കൊള്ളാം. അപ്പൊ ഓർത്തിരിക്കാം. യെസ്, ക്ലിയർ. അപ്പോൾ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വന്നേ. ആൻഡ് ലൈക്ക് ഇടാൻ മറന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേക്കട്ടോ. ഇപ്പൊ ആരും കയറി വന്നോ, ലൈക്ക് ഇടാൻ ആരെങ്കിലും മറന്നോ, എങ്കിലും ഒരു ലൈക്ക് ഇട്ടേക്ക്. ആൻഡ് ഷോ മീ തംസ് അപ്പ്. ലെറ്റ്സ് മൂവ് ടു ടുഡേയ്സ് സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്നത്തെ സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ നോക്കാട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ മറക്കണ്ട, നമുക്ക് ഇന്ന് വൈകുന്നേരം വൈകുന്നേരം ഉച്ച തിരിഞ്ഞ് ഒരു 2 മണിയോടെ നമ്മുടെ മാരത്തൺ സെഷൻ തുടങ്ങുവേ. ഡിഗ്രി പ്രിലിംസ് എക്സാം നാളെയാണ്, ഡിഗ്രി പ്രിലിംസ് എക്സാം. അപ്പൊ അതിനുവേണ്ടി ഒരു ഓവറോൾ പ്രിപ്പറേഷൻ എല്ലാ സബ്ജക്ട്സിന്റെയും കംപ്ലീറ്റ് ഒരു സിംഗിൾ സ്ട്രെച്ച് മാരത്തൺ ഉണ്ട്. അപ്പൊ എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്ന് 2 മണിക്ക് തുടങ്ങും കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ആയിട്ട് ഞാൻ 6 മണിയാകുമ്പോൾ വരും. അപ്പോഴേക്കും ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, മൂവിംഗ് ഓൺ ടു ടുഡേയ്സ് yesterday's spot the question. അപ്പൊ ഇന്നലത്തെ spot the question പിടിച്ചോ. The government cannot just wishes away the questions that are repeatedly emerging about the Rafale deal and must open an investigation into procurement process. ഇവിടുത്തെ എറർ സ്പോട്ട് ചെയ്തേ, എന്നിട്ട് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരാളെ എനിക്ക് ആൻസർ തന്നിട്ടുള്ളൂ കേട്ടോ. ഐ വാസ് സോ സാഡ്. ഇന്നലെ ഒരാൾ മാത്രം. അപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കി ആർക്കും എന്താ കിട്ടാത്ത. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇനി നിങ്ങൾ ആൻസർ അറിഞ്ഞിട്ട് ഇടാത്താണോ എന്ന് അറിയത്തില്ല. ഇന്ന് അനി ഇല്ലല്ലോ. ഇന്ന് അനി എവിടെ പോയി? ഇന്നലെ ഞാൻ തോന്നുന്നു അനി ആൻസറേ പറഞ്ഞിട്ടാ പോയത്. ഇന്നലെ തന്നെ ആൻസർ പറഞ്ഞിട്ടാ പോയി. ഇന്ന് അനിയെ കണ്ടില്ലല്ലോ. ടുഡേ CIG റിപ്പോർട്ട് ഇസ് ദേറിന്റെ സ്പെല്ലിങ് എന്ത്? THERE. ദേർ, ആ ദേറാണ് അവിടെ ഉണ്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത് എബില. അപ്പൊ അത് ഈ ദേറല്ല. ദാറ്റ് 2018 കേരള ഫ്ലഡ് വാസ് ദ ഔട്ട്പുട്ട് ഓഫ് ഇറസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് അതോറിറ്റീസ്. യെസ്. ഓക്കെ, കെനോട്ട് എന്താ? മോഡലാണ്. മോഡലിന് ശേഷം എന്ത് വരണം? ക്യാനിന്റെ പാസ്റ്റ് ടെൻസ്. ക്യാനിന്റെ നെഗറ്റീവ് കെനോട്ട്, കാണ്ട്. മോഡലിന് ശേഷം എന്ത് വരണം? V1 വരണം. മോഡലിന് ശേഷം V1 വെർബിന്റെ ഫസ്റ്റ് ഫോം ഇൻഫിനിറ്റീവ് വേർഷൻ മാത്രമേ വരാൻ പാടുള്ളൂ. സോ വിഷസ് അവേ എന്ന് നമ്മൾ പറയുവോ? ഇല്ല, വിഷ് അല്ലേ. ദ ഗവൺമെന്റ് കെനോട്ട് ജസ്റ്റ് വിഷ് അവേ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ repeatedly emerging about the Rafale deal. അപ്പൊ വിഷസ് അവേ ESS വരില്ല കേട്ടോ, ഓർത്താ മതി. വിഷ് ആണ് വരേണ്ടത്. ഗ്രേറ്റ്. മൂവിംഗ് ഓൺ ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ നോക്കിയോ. By decline the invitation, Beijing and Islamabad have made it clear that they do not intend to assist India in its Afghan engagement. ഒരിക്കൽ കൂടി വായിക്കാണ്. I repeat, by decline the invitation, Beijing and Islamabad have made it clear that they do not intend to assist India in its Afghan engagement. ബെയ്ജിംഗും പറഞ്ഞു, ഇസ്ലാമാബാദും പറഞ്ഞു ഞങ്ങളില്ല അഫ്ഗാൻ എൻഗേജ്മെന്റ് ഇന്ത്യയുടെ കൂടെ ഞങ്ങളില്ല, പാട്ടാകുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇന്നത്തെ ആർട്ടിക്കിൾ കൊടുത്തേ. എബില, ഈ വീഡിയോ ശേഷം കോമന്റ് സെക്ഷനിൽ ഇടുക, അവിടെ ഇടുക. അപ്പൊ കുട്ടികൾക്ക് അല്ലെ, വീഡിയോ കാണുന്ന ഒരാൾക്ക് അതിന്റെ ആൻസർ അല്ലെ ഒന്ന് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ സീ ദ വീഡിയോ അല്ലെ, അതിൽ കോമന്റ് സെക്ഷനിൽ ഇടുക ആൻസർ കേട്ടോ. അവിടെയാണ് നമ്മൾ ഇടുക ആൻസർ. ഓക്കെ, so thank you so much. Take a note of it, screenshot എടുത്തു വെച്ചോളൂ. And I will be looking forward to getting your answers in the comment section. So thank you so much everyone. Live വന്ന എല്ലാവർക്കും, റെക്കോർഡ് വീഡിയോസ് കാണുന്ന എല്ലാവർക്കും thank you so much for your grand participation. അതുപോലെ തന്നെ make sure you join our Telegram channel Kerala PSC short selection. This is the link. Okay, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ
കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ആൻഡ് ആൻസേഴ്സ് ഇടാൻ മറക്കണ്ട. ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അല്ല 24/7 ആപ്പ് നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ്. സോ സ്റ്റേ ട്യൂൺ, കീപ് സപ്പോർട്ടിംഗ് ആൻഡ് എൻജോയ് ദ ഡേ. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി.